السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، وأشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدا عبده ورسوله صلى الله وسلم عليه وعلى آله وأصحابه أجمعين. اللهم إنا نسألك خير هذه الليلة وخير ما فيها، نصرها وفتحها ونورها وبركتها وهداها، ونعوذ بك من شر هذه الليلة ومن شر التي قبلها ومن شر التي بعدها. ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. اللهم أصلح لنا النية والذرية والعمل. أما بعد. സഹോദരങ്ങളെ, അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി മഹാനായ സഹാബി അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഇമാം ബുഖാരിയും മുസ്ലിമും റഹിമഹുമുല്ലാഹ് അവരുടെ സഹീഹുകളിൽ കൊണ്ടുവന്നിട്ടുള്ള ഒരു ഹദീസ് ഇങ്ങനെയാണ്. عن أبي هريرة رضي الله عنه قال قال رسول الله صلى الله عليه وسلم كل سلامة من الناس عليه صدقة كل يوم تطلع فيه الشمس تعدل بين اثنين صدقة وتعين الرجل في دابته فتحمله عليها أو ترفع له عليها متاعه صدقة والكلمة الطيبة صدقة وبكل خطوة تمشيها إلى الصلاة صدقة ويميط الأذى عن الطريق صدقة. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, കുല്ലു സുലാമ മിനന്നാസി അലൈഹി സദഖ. കുല്ലു സുലാമ, എല്ലാ സന്ധിയിലും, മിനന്നാസി മനുഷ്യരുടെ ശരീരത്തിലുള്ള ഓരോ സന്ധിയിലും, എല്ലുകൾ പരസ്പരം യോജിക്കുന്ന ഭാഗമാണ് മഫ്സിലുകൾ, സുലാമ എന്നതിന് പറയും. അതിൻ്റെ മേലെല്ലാം, അത് അള്ളാഹു നൽകിയതിൻ്റെ പേരിലെല്ലാം മനുഷ്യനുമേൽ സദഖ ബാധ്യതയായുണ്ട്. കുല്ല യൗമിൻ തത്ലുഉ ഫീഹി ശംസ്, സൂര്യൻ ഉദിക്കുന്ന ഓരോ ദിവസവും, തഅദിലു ബൈന ഇത്നൈനി സദഖ, ഒരാൾ രണ്ടു പേർക്കിടയിൽ നീതി പാലിക്കുന്നതിൽ അവന് സദഖയുണ്ട്. വതുഈനു റജുൽ, ഒരു മനുഷ്യനെ സഹായിക്കുന്നതിൽ, ഫി ദാബത്ത്, അയാളുടെ വാഹനപ്പുറത്ത്, വാഹനവുമായി ബന്ധപ്പെട്ട്, ഫതഹ്മിലുഹു അലൈഹ, അയാളെ വാഹനപ്പുറത്ത് കയറ്റി കൊടുക്കുന്നതിൽ സദഖയുണ്ട്, അത് സദഖയാണ്. ഔ തർഫഉ ലഹു അലൈഹ മതാഅഹു സദഖ, അല്ലെങ്കിൽ അയാൾക്ക് അയാളുടെ വസ്തുക്കൾ വല്ലതും അയാളുടെ വാഹനപ്പുറത്ത് കയറ്റി വെച്ചു കൊടുക്കുന്നതിൽ സദഖയുണ്ട്, അത് സദഖയാണ്. വൽ കലിമത്തു തയ്യിബത്തു സദഖ, നല്ല വാക്ക് അത് സദഖയാണ്. വബികുല്ലി ഖുത്വത്തിൻ തംശീഹാ ഇല സ്വലാത്തി സദഖ, നീ നിസ്കാരത്തിനു വേണ്ടി നടന്നു പോകുമ്പോൾ നിന്റെ കാലടികൾ ഓരോന്നും സദഖയാണ്. വതുമീതുൽ അദാ അനി ത്വരീഖി സദഖ, ജനങ്ങളുടെ വഴിയിലെ തടസ്സങ്ങൾ നീ നീക്കുന്നത് സദഖയാണ്. നോക്കൂ, ഒരു മുസ്ലിമിന് റബ്ബ് സുബ്ഹാനഹു വ തആല ഇഹലോകത്ത് നിശ്ചയിച്ചിട്ടുള്ള നന്മകളുടെ വഴികൾ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഹദീസിലൂടെ നമുക്ക് പറഞ്ഞു തരികയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, കുല്ലു സുലാമ മിനന്നാസ്, ജനങ്ങളിലെ ഓരോ സുലാമയും, സുലാമ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഉദ്ദേശം മഫ്സിൽ അഥവാ സന്ധികളാണ്. നോക്കൂ, സന്ധികൾ എന്ന് പറഞ്ഞാൽ റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയ വിലമതിക്കാനാകാത്ത അനുഗ്രഹങ്ങളിലൊന്നാണ്. കാരണം അതില്ലായിരുന്നുവെങ്കിൽ മനുഷ്യരുടെ ശരീരം
മടക്കാനോ വളക്കാനോ ചലിപ്പിക്കാനോ ഒന്നും സാധിക്കാത്ത ഒരൊറ്റ പലക പോലെ ഒരൊറ്റ ഒന്നായി തീർന്നേനെ. അള്ളാഹുവിൻ്റെ അതിമഹത്തായ നിഅമത്തിനാലാണ് റബ്ബ് നമുക്ക് ഈ രൂപത്തിൽ നമ്മുടെ പ്രകൃതം, നമ്മുടെ രൂപഘടന നൽകിയിട്ടുള്ളത്. റബ്ബ് പറഞ്ഞതുപോലെ യാ അയ്യുഹൽ ഇൻസാൻ, ഓ മനുഷ്യ, മാ ഗറക ബിറബ്ബിക്കൽ കരീം, നിന്റെ കരീമായ അത്യുദാരനായ നിന്റെ റബ്ബിൻ്റെ കാര്യത്തിൽ നിന്നെ വഞ്ചിച്ചു കളഞ്ഞ കാര്യമെന്തേ? അല്ലദീ ഖലഖക ഫസവ്വാക ഫഅദലക്, അവനാണ് നിനക്ക് രൂപം നൽകിയത്, നിന്നെ സൃഷ്ടിച്ചത്, നിന്നെ ശരിപ്പെടുത്തിയത്, നിന്റെ രൂപഘടന ഏറ്റവും നല്ല രൂപത്തിലാക്കിയത്. ഫി അയ്യി സൂറത്തിൻ മാ ശാഅ റക്കബക്, അവൻ ഉദ്ദേശിക്കുന്ന രൂപത്തിൽ നിന്നെ രൂപപ്പെടുത്തിയത്. അള്ളാഹുവിൻ്റെ വലിയ നിഅമത്തിനാൽ ഒരു മൃഗത്തെ പോലെയല്ല മനുഷ്യൻ്റെ രൂപം. അവൻ കൈകളും കാലുകളും നിലത്തുകുത്തി നടക്കുന്നില്ല, അവൻ നിവർന്നു നിൽക്കുന്നു. അവനവൻ്റെ വായ കൊണ്ട് അവൻ്റെ ഭക്ഷണ പദാർത്ഥം മുഖമതിലേക്ക് കുനിച്ച് കടിച്ചെടുക്കുന്നില്ല. അവന് വല്ലതും കുടിക്കണമെങ്കിൽ തല പാത്രത്തിലേക്ക് താഴ്ത്തി ജന്തുക്കൾ കുടിക്കുന്നത് പോലെ അവനങ്ങനെ വലിച്ചു കുടിക്കുന്നില്ല. മറിച്ച് ഏറ്റവും മാന്യമായ രൂപത്തിൽ, സവിശേഷമായ രൂപത്തിൽ തൻ്റെ കൈകൾ അതിലേക്ക് നീട്ടി അവൻ കടിക്കുകയാണ്. അവൻ തൻ്റെ കൈ കൊണ്ടെടുത്ത് വായിലേക്ക് വെക്കുകയാണ്. എത്ര മനോഹരമായ രൂപമാണത്. വലഖദ് കറംന ബനി ആദം, നാം ആദമിൻ്റെ മക്കളെ ആദരിച്ചിരിക്കുന്നു. വഹമൽനാഹും ഫിൽ ബർരി വൽ ബഹർ, കരയിലും കടലിലും നാം അവരെ വാഹനപ്പുറത്തേറ്റിയിരിക്കുന്നു. അതുപോലെ വറസഖ്നാഹും മിനത് തയ്യിബാത്ത്, വിശിഷ്ടമായ വസ്തുക്കളിൽ നിന്ന് നാം അവർക്ക് ഉപജീവനം നൽകിയിരിക്കുന്നു. വഫദ്ദൽനാഹും അലാ കതീരിൻ മിമ്മൻ ഖലഖ്നാ തഫ്ദീല, നാം സൃഷ്ടിച്ച ഒരുപാട് സൃഷ്ടികളെക്കാൾ നാം അവർക്ക് ശ്രേഷ്ഠത നൽകിയിരിക്കുന്നു. എത്ര വലിയ അനുഗ്രഹമാണ്! അള്ളാഹു നൽകിയ സവിശേഷമായ ഈ നിഅമത്തുകളെക്കുറിച്ച് ചിന്തിച്ചു നോക്കൂ. കോടികൾ നീ നൽകിയാൽ അള്ളാഹു നൽകിയ ഈ നിഅമത്തിൽ ഒരൊറ്റ ഒന്നിനു പോലും അത് പകരമാവുകയില്ല. നിങ്ങൾ കേട്ടിട്ടില്ലേ, അപകടങ്ങളിൽ വാഹനമിടിച്ചും അങ്ങനെയുള്ള അപകടങ്ങളിൽ അകപ്പെട്ട് എല്ലുകൾ പൊട്ടിപ്പോയ, സന്ധികൾ നുറുങ്ങിപ്പോയ, പിന്നീട് ചികിത്സിച്ച് മറ്റുള്ള പലതും എല്ലിന് ബലം നൽകാനും എല്ലിനെ പിടിച്ചു നിർത്താനും അല്ലെങ്കിൽ എല്ലിന് പകരമായും ഒക്കെ വെച്ചുപിടിപ്പിച്ച എത്രയോ ആളുകളുടെ സംസാരം നിങ്ങൾ കേട്ടിട്ടില്ലേ? നസ്അലുല്ലാഹൽ അഫ്വ വൽ ആഫിയ, അള്ളാഹു എല്ലാവിധ അപകടങ്ങളിൽ നിന്നും നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. അങ്ങനെയുള്ള ആളുകൾ പറയുന്നത് നിങ്ങൾ കേട്ടിട്ടില്ലേ? അവർ പറയാറുണ്ട്, കുറേ കിടന്ന് അങ്ങനെ പിന്നെ നടക്കാനും ജോലിയെടുക്കാനൊക്കെ ഇപ്പോൾ സാധിക്കുന്നുണ്ട്. പക്ഷേ റബ്ബ് സുബ്ഹാനഹു വ തആല ആദ്യം നൽകിയ ആ നമ്മൾ കൃത്രിമമായി വെച്ചുപിടിപ്പിച്ച ഒന്നുമില്ലാത്ത ആ അവസ്ഥയിൽ നടക്കുക, ജീവിക്കുക അതിനോളം റാഹത്ത് ഒരിക്കലും ഇതിനില്ല. നിങ്ങൾ കേട്ടിട്ടില്ലേ, സുജൂദ് ചെയ്യാൻ സാധിക്കാത്ത കസേരകളിലിരുന്നും മറ്റും നിസ്കരിക്കുന്ന, ശരിക്ക് നിലത്ത് മുഖം കുത്തി സുജൂദിൻ്റെ 7 അവയവങ്ങൾ നിലത്ത് സ്പർശിച്ച് സുജൂദ് ചെയ്യാൻ സാധിക്കാത്ത ഈമാനുള്ള മനുഷ്യരുടെ അവരുടെ വാക്കുകൾ നിങ്ങൾ കേട്ടിട്ടില്ലേ? അവർ പറയാറുണ്ട്, ഒരു സുജൂദ് ആദ്യത്തേതുപോലെ ചെയ്യാൻ വല്ലാത്ത ആഗ്രഹം തോന്നും. റബ്ബ് സുബ്ഹാനഹു വ തആല അവൻ്റെ നിഅമത്തിനാൽ നൽകിയിരിക്കുന്നു. ഈ സന്ധികൾ അള്ളാഹു നമുക്ക് നൽകിയിരിക്കുന്നു. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മറ്റു ചില ഹദീസുകളിൽ ഇതിൻ്റെ എണ്ണം 360 എന്ന് വന്നിട്ടുണ്ട്. 360 സന്ധികൾ ഒരു മനുഷ്യൻ്റെ ശരീരത്തിലുണ്ട്. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അന്ന് അവിടുന്ന് പറഞ്ഞതാണ്, 360 സന്ധികൾ ഒരു മനുഷ്യൻ്റെ ശരീരത്തിലുണ്ട്. അത്രയാണ് മനുഷ്യൻ്റെ ശരീരത്തിലെ സന്ധികളുടെ, മഫ്സിലുകളുടെ എണ്ണം. എല്ലുകൾ പരസ്പരം യോജിക്കുന്ന ഈ സ്ഥലങ്ങൾ, അതിൻ്റെ എണ്ണം അത്രയാണ്, 360. നിങ്ങൾ നോക്കൂ, റബ്ബ് സുബ്ഹാനഹു വ തആല ഇതിന് ഓരോന്നിനും പകരം
ഇതിന് ഓരോന്നിനും നന്ദിയായിക്കൊണ്ട് സദഖ നൽകാൻ നമ്മോട് കൽപ്പിച്ചിരിക്കുന്നു. എപ്പോൾ? വർഷത്തിലൊരിക്കലല്ല, മാസത്തിലൊരിക്കലല്ല, ആഴ്ചയിലൊരിക്കലല്ല, ഓരോ ദിവസവും. കുല്ല യൗമിൻ തത്ലുഉ ഫീഹി ശംസ്, സൂര്യൻ ഉദിക്കുന്ന ഓരോ ദിവസവും ഈ 360 സന്ധികൾക്ക് 360 സദഖ നൽകാൻ നീ ബാധ്യതപ്പെട്ടവനാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരിക്കുന്നു. പക്ഷെ അള്ളാഹുവിൻ്റെ ഫദ്ലിനാൽ, അവൻ്റെ റഹ്മത്തിനാൽ, അവൻ്റെ ഔദാര്യത്താൽ, അവൻ്റെ കാരുണ്യത്താൽ റബ്ബ് ഇത് പണമായി കയ്യിൽ നിന്നും പണമെടുത്ത് കൊടുക്കണം എന്ന് നിർബന്ധമാക്കിയിട്ടില്ല. അങ്ങനെ നമുക്ക് അള്ളാഹു ബാധ്യത വെച്ചിട്ടില്ല. മറിച്ച് സദഖ എന്നത് നീ നിനക്ക് തന്നെ നൽകുന്ന സദഖയുണ്ട്, നീ മറ്റുള്ളവർക്ക് നൽകുന്ന സദഖയുമുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളിൽ അത് വ്യക്തമായി വന്നിരിക്കുന്നു. നമുക്ക് നൽകുന്ന സദഖയുണ്ട്. നീ പറയുന്ന ഓരോ ദിക്റും നീ നിനക്ക് നൽകുന്ന സദഖയാണ്. സുബ്ഹാനല്ലാഹ് വൽഹംദുലില്ലാഹ് വലാ ഇലാഹ ഇല്ലല്ലാഹ് വല്ലാഹു അക്ബർ സദഖയാണ്, നീ നിനക്ക് നൽകുന്ന സദഖയാണ്. അതുപോലെ ആളുകൾക്ക് നൽകുന്ന സദഖയുണ്ട്. അതിൻ്റെ ഉപകാരം അവർക്ക് മുന്നേ നിനക്കുള്ളതാണ്, അവർക്കത് ലഭിക്കുന്നതിന് മുൻപേ അത് നിനക്കുള്ളതാണ് യഥാർത്ഥത്തിൽ. അതിലൂടെ അല്ലാഹു റബ്ബുൽ ആലമീൻ നമുക്ക് ഈ 360 സന്ധികൾക്കുള്ള നന്ദി, 360 സദഖ നൽകുന്ന പ്രതിഫലം ഓരോ ദിവസവും ഇങ്ങനെ പല അമലുകളിലൂടെ നൽകുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ ഹദീസിൽ, നമ്മൾ വായിച്ച ഹദീസിൽ വന്നതുപോലെ മറ്റൊരു ഹദീസ് നോക്കൂ നിങ്ങൾ. ഇമാം മുസ്ലിമിൻ്റെ സഹീഹിൽ തന്നെ നമുക്ക് കാണാം. ഉമ്മുൽ മുഅ്മിനീൻ ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരിക്കുന്നു, ഇന്നഹു ഖുലിഖ കുല്ലു ഇൻസാനിൻ മിൻ ബനി ആദം അലാ 60 വ 300 മഫ്സിലിൻ. ഓരോ മനുഷ്യനെയും അള്ളാഹു സൃഷ്ടിച്ചത് 360 സന്ധികളോടെയാണ്. ഫമൻ കബ്ബറ അല്ലാഹ്, ആരെങ്കിലും തക്ബീർ ചൊല്ലിയാൽ, അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞാൽ, വഹമിദ അല്ലാഹ്, അള്ളാഹുന് ഹംദ് പറഞ്ഞാൽ, അള്ളാഹുന് സ്തുതി അൽഹംദുലില്ലാഹ് എന്ന് പറഞ്ഞാൽ, വഹല്ലല അല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞാൽ, വസബ്ബഹ അല്ലാഹ്, തസ്ബീഹ് പറഞ്ഞാൽ, സുബ്ഹാനല്ലാഹ് എന്ന് പറഞ്ഞാൽ, വസ്തഗ്ഫറ അല്ലാഹ്, ഇസ്തിഗ്ഫാർ പറഞ്ഞാൽ, അസ്തഗ്ഫിറുല്ലാഹ് അല്ലെങ്കിൽ റബ്ബി ഗ്ഫിർലി എന്നിങ്ങനെ അള്ളാഹുവിനോട് പാപമോചനത്തിന് തേടിയാൽ, അല്ലാഹുമ്മ ഗ്ഫിർലി, അസ്തഗ്ഫിറുല്ലാഹ്, റബ്ബി ഗ്ഫിർലി, ഇതൊക്കെ ഇസ്തിഗ്ഫാറിൻ്റെ വാക്കുകളാണ്. ഇതെല്ലാം സദഖയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാൻ തീർന്നില്ല. വഅസല ഹജറൻ അൻ തരീഖിൻ നാസ്, ജനങ്ങൾ കടന്നു പോകുന്ന വഴിയിലെ ഒരു കല്ല് നീക്കിയെടുത്താൽ, ഒരു നീക്കി അങ്ങോട്ട് മാറ്റിവെച്ചാൽ, ഔ ഷൗക, അല്ലെങ്കിൽ ഒരു മുള്ള് നീ മാറ്റിവെച്ചാൽ, ഔ അബ്മൻ അൻ തരീഖിൻ നാസ്, ഒരു എല്ലിൻ കഷ്ണം ആളുകൾക്ക് നടന്നു പോകുന്ന വഴിയിൽ കിടക്കുക, അത് നീ മാറ്റിവെച്ചാൽ, വഅമറ ബിമഅറൂഫ്, നന്മ കൽപ്പിച്ചാൽ, ഔ നഹ അൻ മുൻകർ, തിന്മ വിലക്കിയാൽ, അഅദദ തിൽക 60 വ 300 സുലാമ, ഈ 360 സന്ധികളുടെ എണ്ണത്തിൻ്റെ അത്രയും നന്മ നീ ചെയ്താൽ, സുബ്ഹാനല്ലാഹ്, അള്ളാഹുവിൻ്റെ നിഅമത്തിനാൽ റബ്ബ് ഒരു നന്മക്ക് എത്രയാണ് പ്രതിഫലം രേഖപ്പെടുത്തുക? ഏറ്റവും ചുരുങ്ങിയത് 10. മൻ ജാഅ ബിൽ ഹസനതി ഫലഹു ആശുറു അംസാലിഹ, ആരെങ്കിലും ഒരു നന്മ കൊണ്ടുവന്നാൽ അള്ളാഹുവിന് 10 പ്രതിഫലമാണ് നൽകുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ഇങ്ങനെ ഒരുവൻ ചെയ്താൽ, ഈ 360 സന്ധികളുടെ അത്രയും എണ്ണം നന്മ ചെയ്താൽ, ഫഇന്നഹു യംശി യൗമഇദിൻ, അവൻ ആ ദിവസം നടന്നു പോവുക, വഖദ് സഹ്സഹ നഫ്സഹു അനിൻ നാർ, നരകത്തിൽ നിന്ന് അവൻ സ്വന്തത്തെ മോചിപ്പിച്ച അവസ്ഥയിലാണ്. എന്താണ് അതിനർത്ഥം? അന്ന് അവൻ മരിച്ചാൽ അവൻ നരകത്തിൽ പ്രവേശിക്കുകയില്ല. ലാ ഇലാഹ ഇല്ലല്ലാഹ്. നോക്കൂ, മറ്റൊരു ഹദീസിൽ ബുറൈദത്ത് ഇബ്നുൽ ഹുസൈബ് അൽ അസ്ലമി റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് കാണാം, ഫിൽ ഇൻസാനി 360 മഫ്സില, മനുഷ്യനിൽ 360 സന്ധികളുണ്ട്. അലാ കുല്ലി മഫ്സിലിൻ മിൻഹാ സദഖ, അതിൽ ഓരോ സന്ധിക്കും പകരം അത് ലഭിച്ചതിനുള്ള നിന്റെ ബാധ്യതയായി, അള്ളാഹുവിനോടുള്ള കടമയായി സദഖ നിന്റെ മേൽ ബാധ്യതയായി ഉണ്ട്. ഖാലു യാ റസൂലല്ലാഹ്, സഹാബത്ത് ചോദിച്ചു, അള്ളാഹുവിൻ്റെ റസൂലേ, വ അയ്യുനാ യുത്തീഖു ദാലിക്, ആർക്കാണത് സാധിക്കുക? 360 സദഖ ഓരോ ദിവസവും ചെയ്യുക എന്ന് പറഞ്ഞാൽ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരിച്ചു ചോദിക്കാൻ,
അലൈസ യുനഹി അഹദുകുമുൽ അദ അനി തരീഖ്, നിങ്ങളിൽ ഒരാൾ വഴിയിലൂടെ കടന്നു പോകുമ്പോൾ എന്തെങ്കിലും ഒരു തടസ്സം, ഒരു പ്രയാസപ്പെടുത്തുന്ന വല്ലതും വഴിയിൽ കണ്ടാൽ അത് നീക്കുകയില്ലേ? വയുബ്സഖു ഫിൽ മസ്ജിദ് ഫയദ്ഫിനുഹ, മസ്ജിദിൽ ആളുകൾ തുപ്പിയത് നിങ്ങൾ കണ്ടാൽ അത് നിങ്ങൾ മണ്ണിട്ട് മൂടുകയില്ലേ? പഴയകാലത്തെ മസ്ജിദുകൾ ഇന്നത്തെ പോലെ അല്ലല്ലോ, ചരൽ കല്ല് വിരിച്ച മസ്ജിദായിരുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മസ്ജിദ്. അതിൽ ആളുകൾ ചിലപ്പോൾ തുപ്പാറുണ്ടായിരുന്നു. തുപ്പുക എന്നത് തെറ്റാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് കാണാം, അൽ ബുസാഖു ഫിൽ മസ്ജിദി ഖതീഅ വകഫാറതുഹാ ദഫ്നുഹ. അൽ ബുസാഖു ഫിൽ മസ്ജിദി ഖതീഅ, മസ്ജിദിൽ തുപ്പുക എന്നത് തെറ്റാണ്. വകഫാറതുഹാ ദഫ്നുഹ, അതിൻ്റെ പ്രായശ്ചിത്തം കഫാറത്ത് മൂടിക്കളയലാണ്. എന്ന് പറഞ്ഞാൽ തുപ്പേണ്ടി വന്നാൽ മസ്ജിദിൽ ഒരാൾക്ക് തുപ്പുക പാടില്ല, അത് മൂടിക്കളഞ്ഞാലും ശരി, അത് പാടില്ല. എന്തുകൊണ്ടാണ്? കാരണം അത് തന്നെ തെറ്റാണെന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. അൽ ബുസാഖു ഫിൽ മസ്ജിദ് ഖതീഅ, അത് തെറ്റാണ്. അതിൻ്റെ കഫാറത്ത് അത് മൂടലാണ്, അത് ചെയ്യാൻ പാടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മസ്ജിദിൽ മുന്നിലെ ചുമരിൽ തുപ്പിയത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കണ്ടപ്പോൾ അവിടുന്ന് കയ്യിലുള്ള വടിക്കഷ്ണം കൊണ്ട് അത് ചുരണ്ടിക്കളയുകയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് കണ്ടപ്പോൾ ദേഷ്യം വരികയും ചെയ്തു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങളൊരാൾ നിസ്കരിക്കാൻ നിന്നാൽ റബ്ബ് അവൻ്റെ മുഖത്തിനു മുന്നിലുണ്ട്, അതുകൊണ്ട് അവൻ മുന്നിലേക്ക് തുപ്പരുത്, വലതുഭാഗത്തും തുപ്പരുത്. വലതുഭാഗത്ത് നന്മ രേഖപ്പെടുത്തുന്ന മലക്കുണ്ട് എന്ന്. മറിച്ച് അങ്ങനെ തുപ്പേണ്ടി വന്നാൽ അവൻ ഇടതുഭാഗത്ത് തൻ്റെ കാലിനടിയിലായി കൊണ്ട് തുപ്പുക എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഇത് പഴയ കാലത്തുള്ള മസ്ജിദിലാണ് ഇത് സാധിക്കുക. അല്ല എങ്കിൽ പഴയ കാലത്തായാലും ഇക്കാലത്തായാലും ഏറ്റവും ശരിയായ രീതി, അങ്ങനെ ഒരാൾക്ക് ചെയ്യേണ്ടി വന്നാൽ ഒരു ടവലിലോ അല്ലെങ്കിൽ ഒരു ടിഷ്യൂലോ, ഇന്നത് ഇല്ലെങ്കിൽ അവനവൻ്റെ വസ്ത്രത്തിലോ തുപ്പിക്കളയുക എന്നതാണ് നിസ്കരിക്കുമ്പോൾ അത് വന്നാൽ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അത് വിലക്കി. എന്തുകൊണ്ടാണ്? ഉമിനീരോ അല്ലെങ്കിൽ കഫമോ നജസായതുകൊണ്ടല്ല. അത് നജസല്ല എന്നത് മുസ്ലിമീങ്ങളുടെ ഏകോപിച്ച അഭിപ്രായമാണ്. മുസ്ലിമീങ്ങളുടെ അതിൽ യാതൊരു തർക്കവുമില്ല, നജസല്ല. പക്ഷേ നജസല്ലാത്തത് എല്ലാം നമുക്ക് തോന്നിയതുപോലെ ആളുകൾക്ക് മുന്നിൽ ആവാം എന്നല്ല. കാരണം ആളുകൾക്ക് പ്രയാസമുണ്ടാക്കുന്നതാണത്, ആളുകൾക്ക് അരോചകമുണ്ടാക്കുന്ന കാഴ്ചയാണത്. അങ്ങനെ ആളുകൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാഴ്ച നമ്മൾ വരുത്തി വെക്കാൻ പാടില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നോക്കൂ, ഈ ഹദീസിൽ പറയുകയാണ്, വയുബ്സഖു ഫിൽ മസ്ജിദി ഫയദ്ഫിനുഹ, നിങ്ങളൊരാൾ മസ്ജിദിൽ ആരെങ്കിലും തുപ്പിയാൽ അത് മൂടിക്കളയാറില്ലേ? ഫഇൻ ലം യഫഅൽ, ഇനി അത് ഒരാൾ ചെയ്തില്ല എങ്കിൽ ഫഇന്ന റക്അതൈ അദ്ദുഹാ തുജ്സിഉ, 2 റക്അത്ത് ദുഹാ നിസ്കാരം ഇതിന് പകരം അവന് മതിയായതാണ്. ദുഹാ നിസ്കാരത്തിൻ്റെ ശ്രേഷ്ഠതയാണ് സുബ്ഹാനല്ലാഹ്. നീ 360 സന്ധികൾക്കുള്ള അതിനുള്ള നന്ദിയും അള്ളാഹുവിനെ നിറവേറ്റിയിരിക്കുന്നു. നീ 2 റക്അത്ത് ദുഹാ നിസ്കരിച്ചാൽ, 2 റക്അത്ത് ദുഹാ നിസ്കരിച്ചാൽ. കാരണം നിസ്കാരത്തിൻ്റെ പ്രത്യേകതകളിൽ ഒന്നാണ് നിൻ്റെ എല്ലാ മഫ്സിലും നിസ്കാരത്തിൽ ചലിക്കുന്നു എന്നത്. നിസ്കാരത്തിൽ എല്ലാ മഫ്സിലും റബ്ബിനു വേണ്ടി ഓരോ സന്ധിയും ചലിക്കുമെന്ന, അതിനെല്ലാം ചലനം നിസ്കാരത്തിനുണ്ട്. അതുകൊണ്ട് അതിനെല്ലാമുള്ള നന്ദി ഈ 2 റക്അത്ത് ദുഹായിലൂടെ നടപ്പിലാകുന്നു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. നിങ്ങൾ നോക്കൂ, അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഹദീസുകളിൽ പഠിപ്പിച്ച നന്മകൾ എത്രമാത്രം ശ്രേഷ്ഠമാണ്. നമ്മൾ ആദ്യം പറഞ്ഞ ഹദീസ് തന്നെ നിങ്ങൾ നോക്കൂ. ഓരോ സന്ധിയുടെയും ബാധ്യതയായി മനുഷ്യന് സദഖ നിർബന്ധമായുണ്ട്, അവന് ബാധ്യതയായുണ്ട്. സൂര്യൻ ഉദിക്കുന്ന ഓരോ ദിവസവും തഅദിലു ബൈന ഇസ്നൈനി സദഖ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാൻ, നീ 2 പേർക്കിടയിൽ ആദിൽ ചെയ്യുക എന്നത് അത് സദഖയാണ്. എന്താണ് 2 പേർക്കിടയിൽ നീതി പാലിക്കുക എന്ന് പറഞ്ഞാൽ? പണ്ഡിതന്മാർ പറയുകയാണ്, അവിടെ ജനങ്ങൾക്കിടയിൽ നീ നീതി കൽപ്പിക്കുക, അവർക്കിടയിൽ വിധി പറയുക എന്ന് പറഞ്ഞാൽ അത് 3 കാര്യങ്ങൾ അതിൽ ഉൾപ്പെടും. ഒന്ന് ഇസ്ലാഹാണ്, മറ്റൊന്ന് സുൽഹാണ്, മൂന്നാമത്തത് ഹുക്മാണ്. ഇത് രണ്ടും 2 പേർക്കിടയിൽ നീ നീതി പാലിക്കുക എന്നതിൽ ഉൾപ്പെടും. ഒന്ന് ഇസ്ലാഹ്, രണ്ടാമത്തത് സുൽഹ്, മൂന്നാമത്തത് ഹുക്ം. എന്താണ് ഇസ്ലാഹ് എന്നാൽ? ഇസ്ലാഹ് എന്നാൽ രഞ്ജിപ്പുണ്ടാക്കുക, ആളുകൾക്കിടയിൽ പ്രശ്നത്തിലായ, വെറുപ്പിൽ കഴിയുന്ന ആളുകൾക്കിടയിൽ രഞ്ജിപ്പുണ്ടാക്കുക എന്നതാണ് ഇസ്ലാഹിൻ്റെ അർത്ഥം. റബ്ബ് സുബ്ഹാനഹു വ തആല വലിയ ശ്രേഷ്ഠത നൽകിയ ഒരു കർമ്മമാണിത്. അള്ളാഹു
പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞിരിക്കുന്നു, ലാ ഖൈറ ഫി കസീരിൻ മിൻ നജ്വാഹും ഇല്ലാ മൻ അമറ ബിസദഖത്തിൻ ഔ മഅറൂഫിൻ ഔ ഇസ്ലാഹിൻ ബൈനൻ നാസ് വമൻ യഫ്അൽ ദാലിക ഇബ്തിഗാഅ മർദാത്തില്ലാഹ് ഫസൗഫ നുഅ്തീഹി അജ്റൻ അളീമ. ലാ ഖൈറ ഫി കസീരിൻ മിൻ നജ്വാഹും, അവരുടെ സ്വകാര്യ സംഭാഷണങ്ങളിൽ അധിക സംഭാഷണങ്ങളിലും ഒരു നന്മയുമില്ല. ഇല്ലാ മൻ അമറ ബിസദഖത്തിൻ, ഒരു സദഖ നൽകാൻ കൽപ്പിച്ചവൻ്റെ സംസാരത്തിലൊഴികെ, ഔ മഅറൂഫിൻ, ഒരു നന്മ കൽപ്പിച്ചവൻ്റെ സംസാരത്തിലൊഴികെ, ഔ ഇസ്ലാഹിൻ ബൈനൻ നാസ്, ആളുകൾക്കിടയിൽ രഞ്ജിപ്പുണ്ടാക്കാൻ സംസാരിച്ചവൻ്റെ സംസാരത്തിലൊഴികെ, മൻ യഫ്അൽ ദാലിക ഇബ്തിഗാഅ മർദാത്തില്ലാഹ്, ആരെങ്കിലും അള്ളാഹുവിൻ്റെ തൃപ്തിക്ക് വേണ്ടി ഇത് വല്ലതും ചെയ്താൽ ഫസൗഫ നുഅ്തീഹി അജ്റൻ അളീമ, നാം അവന് വലിയ പ്രതിഫലം നൽകുന്നതാണ്. അപ്പോൾ നോക്കൂ, അള്ളാഹു റബ്ബുൽ ആലമീൻ അവരുടെ സംഭാഷണങ്ങളെല്ലാം ഖൈറില്ലാത്തതാണ് എന്ന് പറഞ്ഞ് 3 ഒഴിവാക്കി പറഞ്ഞതിൽ ഒന്ന് ഇസ്ലാഹിനു വേണ്ടിയുള്ള സംസാരമാണ്. തെറ്റി നിൽക്കുന്ന വെറുപ്പിൽ കഴിയുന്ന ആളുകൾക്കിടയിൽ ഇസ്ലാഹ് വരുത്തുക. അത് നോക്കൂ, പണ്ഡിതന്മാർ പറഞ്ഞത് കാണാം, 2 രൂപത്തിലുണ്ട്. ഒന്ന്, ദീനിയായ കാര്യത്തിൽ വെറുപ്പ് പിടിച്ച ആളുകളാണ്. 2, ദുനിയവിയായ കാര്യത്തിൽ പരസ്പരം മുറിഞ്ഞു നിൽക്കുന്ന, തെറ്റി നിൽക്കുന്ന ആളുകളാണ്. ഇത് രണ്ടും തമ്മിൽ രഞ്ജിപ്പുണ്ടാക്കുക ഖൈറായ കാര്യമാണ്. പക്ഷേ രണ്ടിൻ്റെയും രീതി വേറെയാണ്. ശർഈയായ ഒരു കാരണത്താൽ ഒരാൾ മറ്റൊരാളെ ഉപേക്ഷിച്ചിരിക്കുകയാണ്. ഉദാഹരണത്തിന്, ഒരാൾ ഒരു ബിദ്അത്തിൽ, ഒരു മോശമായ കാര്യത്തിൽ അകപ്പെട്ടു, ഒരു ഗുരുതരമായ തിന്മയിൽ അകപ്പെട്ടു. അതുപോലെ ഒരു ബിദ്അത്തിൽ, ദീനിൽ ഇല്ലാത്തൊരു പുത്തൻ വാദത്തിൽ, ഒരു പുത്തൻ ആശയത്തിൽ ഒരുവൻ അകപ്പെട്ടു, നസല്ലല്ലാഹു അൽ-ആഫിയ വസ്സലാമ. അതിൻ്റെ പേരിൽ ഒരാൾ അയാളെ ഒഴിവാക്കി, അവനുമായുള്ള ബന്ധം ഒഴിവാക്കി, എങ്കിൽ അവർക്കിടയിൽ ഇസ്ലാഹ് ഉണ്ടാക്കുക നല്ല കാര്യമാണ്. പക്ഷെ എങ്ങനെ? നീ ഈ തെറ്റിലകപ്പെട്ട മനുഷ്യൻ്റെ അരികിൽ ചെന്ന് അവനെ ആ തെറ്റിൽ നിന്ന് പിന്തിരിയാൻ അവനെ ഉപദേശിക്കുക, ബിദ്അത്ത് അവസാനിപ്പിക്കാൻ, ആ പുത്തൻ വാദത്തിൽ നിന്ന്, തെറ്റായ ആശയത്തിൽ നിന്ന് ഖേദിച്ചു മടങ്ങാൻ, ശരിയായ ദീനിൻ്റെ വഴിയിലേക്ക് വരാൻ നീ അവനെ ഉപദേശിക്കുക. അങ്ങനെയാണ് ദീനിൻ്റെ കാര്യത്തിൽ തെറ്റി നിൽക്കുന്ന ആളുകളെ നന്നാക്കേണ്ടത്. ഖൈറായ കാര്യമാണ്. അവിടെ എന്തു പറയരുത്, നിൻ്റെ ഭാഗം അതിൽ ശരിയുണ്ട് എന്ന് പറയാൻ പാടില്ല. കാരണം ഇത് അള്ളാഹുവിൻ്റെ ദീനാണ്. അള്ളാഹുവിൻ്റെ ദീൻ, അത് ദുനിയാവിന് വേണ്ടി നീ എന്തു ചെയ്യരുത്, വളച്ചൊടിക്കാൻ പാടില്ല. ദീനിൽ ആളുകൾ വരാൻ വേണ്ടി നിനക്ക് എന്ത് ചെയ്യാം, ദുനിയാവ് ചെലവാക്കാം, നല്ല കാര്യമാണ്. പക്ഷേ ദുനിയാവിന് വേണ്ടി നീ ദീൻ വളച്ചൊടിക്കാൻ പാടില്ല. സുബ്ഹാനല്ലാഹ്. 2 കാര്യങ്ങൾ നോക്കൂ, നിങ്ങൾ ശ്രദ്ധിക്കുക. ഒന്നിന് മുദാറാത്ത് എന്ന് പറയും, രണ്ടാമത്തേതിന് മുദാഹന എന്ന് പറയും. മുദാറാത്ത് എന്ന് പറഞ്ഞാൽ എന്താ? വളരെ നല്ല കാര്യമാണ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാതൃകയുള്ള കാര്യമാണ്. ദീനിനോട് ഒരാൾ അടുക്കാൻ വേണ്ടി, ദീനിനോട് അല്ലെങ്കിൽ ആളുകൾ അടുക്കുന്ന സാഹചര്യം ഉണ്ടാക്കാൻ വേണ്ടി നീ സമ്പത്ത് ചെലവഴിക്കുക, ദുനിയാവ് അവർക്ക് നൽകുക. ഏതുപോലെ? നീ നിൻ്റെ കുടുംബം, നീ ഒരു കാര്യം ഹറാമാണെന്ന് പറയുമ്പോൾ അതനുസരിക്കാൻ, അതിൽ നിന്ന് വിട്ടു നിൽക്കാൻ, അതിന് അവർ തയ്യാറാകാൻ നീ എന്ത് ചെയ്യുക? ഹലാലായ കാര്യത്തിൽ നീ അവർക്കൊരു വിശാലത നൽകുക. അള്ളാഹു അനുവദിച്ച കാര്യത്തിൽ നീ വല്ലാതെ കടുംപിടുത്തം പിടിക്കരുത്, അതിനൊരു വിശാലത അങ്ങോട്ട് അനുവദിച്ചു കൊടുക്കുക. ഇഷ്ടങ്ങൾ, താല്പര്യങ്ങൾ നിനക്ക് സാധിക്കുന്നത് പോലെ, നിനക്ക് കഴിയാത്ത ഭാരങ്ങൾ ചുമലിലെടുത്തു വെച്ചുകൊണ്ടല്ല, സാധിക്കുന്നത് പോലെ നീ നിറവേറ്റി കൊടുക്കുക. അത് നീ ഹറാമാണെന്ന് ഒരു കാര്യത്തെക്കുറിച്ച് പറയുമ്പോൾ അവർ സ്വീകരിക്കാൻ അത് കാരണമാകും. അല്ലെങ്കിൽ എന്ത് സംഭവിക്കും? ഇത് ഇയാൾ എന്തു പറഞ്ഞാലും ഇങ്ങനെ തന്നെയാണ്, എന്തു പറഞ്ഞാലും പറ്റൂല എന്ന് മാത്രമേ മറുപടി കിട്ടൂ. അങ്ങനെ ആകാൻ പാടില്ല. മറിച്ച് ഹലാലിൽ നീ വിശാലത നൽകുമെന്ന് പറഞ്ഞതൊക്കെ സാധിപ്പിച്ചു കൊടുക്കുക എന്നല്ല, പറഞ്ഞതെല്ലാം സാധിപ്പിച്ചു കൊടുത്തിട്ടുമല്ല, അത് ശ്രദ്ധിക്കണം. പക്ഷെ വല്ലാതെ കടുംപിടുത്തം പിടിച്ചിട്ടുമല്ല. ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞത് കാണാം, നിങ്ങളുടെ സ്ത്രീകളെ, അതുപോലെ നിങ്ങളുടെ മക്കളെ ലാ എന്ന് കേൾക്കുന്നത് നിങ്ങൾ ശീലിപ്പിക്കണം. അതൊരിക്കലും കേൾക്കാത്തവരായി അവർ മാറരുത്. ഇല്ല, അത് നടക്കില്ല എന്ന് നിങ്ങൾ പറയുന്നത് എപ്പോഴെങ്കിലൊക്കെ അവർ കേൾക്കണം. അങ്ങനെ പറഞ്ഞാൽ പിന്നെ ദുനിയാവാകെ അവസാനിച്ചതുപോലെ, ആകാശം ഇടിഞ്ഞു വീണതുപോലെ പെരുമാറുന്ന അവസ്ഥ ഉണ്ടായിരുന്നു. ഒന്നിനും ഇല്ല എന്ന് പറയാതിരുന്നാൽ, ഒരിക്കലും സാധിക്കാത്തൊന്നും നിങ്ങളില്ലാന്ന് പറഞ്ഞാലും വലിയ വിപ്ലവം കുഴപ്പത്തിൻ്റെ പേരിലുണ്ടാവും. അങ്ങനെയല്ല, അതിന് വേണ്ടി വേണമെങ്കിൽ എന്ത് ചെയ്യാം, ചില കാര്യങ്ങൾ പറ്റുമെങ്കിലും വേണമെങ്കിൽ ഇല്ല എന്ന് പറയാം. അത് ശീലിപ്പിക്കാൻ വേണ്ടി.
മറിച്ച് നല്ല തദ്രീബിൻ്റെ ആളുകളെ വളർത്തിയെടുത്തു കൊണ്ടുവരുന്ന ബുദ്ധിയുള്ള ആളുകൾക്ക് സാധിക്കുന്ന കാര്യങ്ങളാണിതെല്ലാം. അള്ളാഹുവിൻ്റെ വലിയ തൗഫീഖ് ഉണ്ടെങ്കിൽ. മനസ്സിലായില്ലേ? അതെല്ലാം വളരെ ഹിക്മത്തുള്ള ആളുകളുടെ, ബുദ്ധിയുള്ള ആളുകളുടെ രീതിയാണ്. പറഞ്ഞു വന്നത് എല്ലാം പറയുന്നതൊക്കെ സാധിപ്പിച്ചു കൊടുക്കണമെന്നല്ല, അങ്ങനെ ചെയ്യരുത്, ആരെയും ചെയ്യരുത് അങ്ങനെ. പക്ഷേ എന്ത് ചോദിച്ചാലില്ല എന്നവർ കേൾക്കുക, അത് പാടില്ല. മറിച്ച് നീ ദുനിയാവിൽ സന്തോഷിപ്പിക്കുക, ഒരു വിശാലത, അള്ളാഹു വിശാലമാക്കിയതിൽ നീ വിശാലത നൽകുക. ഖുൽ മൻ ഹറമ സീനത അല്ലാഹി അല്ലതി അഖ്റജ ലിഇബാദിഹി വത്തയ്യിബാതി മിനർ റിസ്ഖ് ഖുൽ ഹിയ ലില്ലദീന ആമനു ഫിൽ ഹയാത്തി ദുനിയ ഖാലിസത്തൻ ലഹും യൗമൽ ഖിയാമ. ആരാണ് അള്ളാഹു അനുവദിച്ച അലങ്കാരങ്ങൾ, നല്ല വിശിഷ്ടമായ ഉപജീവനങ്ങൾ ഹറാമാക്കിയത്? അത് മുഅ്മിനീങ്ങൾക്കുള്ളതാണ് ഈ ലോകത്ത്, പരലോകത്ത് അവർക്ക് മാത്രമുള്ളതുമാണ് എന്നാണ് അള്ളാഹു പറഞ്ഞത്. അതുകൊണ്ട് ഇങ്ങനെ നീ ചെയ്യുക, ദുനിയാവിൽ വിശാലത നൽകുക. എന്തിനു വേണ്ടി? ദീൻ നീ പറഞ്ഞാൽ അവർ അനുസരിക്കാൻ വേണ്ടി. അതിനെന്തു പറയും? മുദാറാത്ത് എന്ന് പറയും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ ജീവിതത്തിൽ ചെയ്തതാണ്. അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഒരാൾ വന്ന് ചോദിക്കുകയാണ്. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൊടുത്തു, പിന്നെയും ചോദിച്ചു, പിന്നെയും കൊടുത്തു, പിന്നെയും ചോദിച്ചു, പിന്നെയും കൊടുത്തു, തീർന്നു പോകുമാറ് കൊടുത്തു. 2 പർവ്വതങ്ങൾക്കിടയിൽ മുഴുവനുള്ള ആടുകളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു, നബി മുഴുവൻ കൊടുത്തത് കാണാം. ഇങ്ങനെ സദഖ ലഭിച്ച ആളുകൾ, അവരിൽ ചിലർ ആളുകളുടെ അടുത്ത് ചെന്നിട്ട് പറഞ്ഞു, യാ ഖൗമി അസ്ലിമു, ജനങ്ങൾ നിങ്ങളൊക്കെ മുസ്ലിം ആയിക്കോളൂ. ഫഇന്ന മുഹമ്മദൻ യുഅതി അതാഅ മൻ ലാ യഖ്ശൽ ഫഖർ. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം ദാരിദ്ര്യത്തെ പേടിക്കാത്ത കൊടുക്കലാണ് കൊടുക്കുക, അതുകൊണ്ട് നിങ്ങളൊക്കെ മുസ്ലിം ആയിക്കോളൂ. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ചില ആളുകൾക്ക് ഈമാൻ കുറവായതുകൊണ്ട് അവർക്ക് കൂടുതൽ കൊടുക്കും. ഹുനൈൻ യുദ്ധത്തിന് ശേഷം അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അപ്പോൾ മുസ്ലിമായ ആളുകൾക്ക് കൊടുത്തത് സുബ്ഹാനല്ലാഹ് വല്ലാത്ത കൊടുക്കലായിരുന്നു. 100 ഒട്ടകങ്ങളൊക്കെ വീതം ഖുറൈശികളിലെ നേതാക്കന്മാർക്ക് അപ്പോൾ ഇസ്ലാം സ്വീകരിച്ച ആളുകൾക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നൽകിയിരുന്നു. അൻസാറുകളിൽ ചിലർക്കത് പ്രയാസമായി. അവർ പറഞ്ഞു, ഇതാ ഈ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, അവരിൽ ചിലർ പറഞ്ഞു എന്നാണ്, നബിക്ക് അദ്ദേഹത്തിൻ്റെ കുടുംബത്തെ കിട്ടി. കുടുംബക്കാരാണല്ലോ അവരൊക്കെ, നമ്മൾ കുടുംബക്കാരല്ലല്ലോ, അതുകൊണ്ട് അതാ അങ്ങനെ കൊടുക്കുന്നു. നമ്മുടെ വാളുകൾ അവരോട് യുദ്ധം ചെയ്തിട്ട് അതിൽ നിന്ന് ചോര തീർന്നു പോയിട്ടില്ല എന്ന് പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഈ വിവരം ലഭിച്ചു. അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അൻസാറുകളെ ഒരു സ്ഥലത്ത് ഒരുമിച്ച് കൂട്ടിയിട്ട് പറഞ്ഞു, ജനങ്ങളൊക്കെ ദുനിയാവ്, ഒട്ടകവും കുതിരയും ഒക്കെ കൊണ്ട് അവരുടെ വീടുകളിലേക്ക് പോവുക, നിങ്ങൾ അല്ലാഹുവിൻ്റെ റസൂലിനെയും കൂട്ടി നിങ്ങളുടെ വീടുകളിലേക്ക് പോവുക, നിങ്ങൾക്കതിൽ തൃപ്തിയില്ലേ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുക. നബി പറഞ്ഞു, അന്നാസു അൽ അൻസാറു ഷിആർ വന്നാസു ദിഥാർ. അൽ അൻസാറു ഷിആർ വന്നാസു ദിഥാർ. അൻസാറുകൾ ഷിആറാണ്. ഷിആർ എന്നാൽ ശരീരത്തിൽ തൊലിയോട് ചേർത്തണിയുന്ന, ഉള്ളിലണിയുന്ന വസ്ത്രമാണ് ഷിആർ. ഇതിൻ്റെ മേലെ ധരിക്കുന്ന വസ്ത്രമാണ് ദിഥാർ. സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അൽ അൻസാറു ഷിആർ വന്നാസു ദിഥാർ. അൻസാറുകൾ ഷിആറാണ് എന്ന് പറഞ്ഞാൽ അത്രയും ചേർന്ന് നിൽക്കുന്നവരാണ്. ജനങ്ങൾ മുഴുവൻ ഒരു താഴ്വരയിലും അൻസാറുകൾ ഒരു താഴ്വരയിലും പ്രവേശിച്ചാൽ അൻസാറുകളുടെ താഴ്വരയിൽ ഞാൻ പ്രവേശിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അൻസാറുകളായ സ്ത്രീകളെയും കുട്ടികളെയും ഒക്കെ ദൂരെ നിന്ന് കാണുമ്പോൾ പറയുക, അൻതും അഹബ്ബുൻ നാസി ഇലൈ, നിങ്ങളാണ് എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവർ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇതുപോലുള്ള വാക്കുകൾ പറഞ്ഞപ്പോൾ അൻസാറുകൾ പറഞ്ഞു, നബിയെ മതി, ഞങ്ങൾക്ക് അല്ലാഹുവിനെയും അവൻ്റെ റസൂലിനെയും മതി. സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇനിയും ഇതുപോലുള്ള കാര്യങ്ങൾ നിങ്ങൾ കാണേണ്ടി വരും എൻ്റെ കാലശേഷവും. തജിദൂന അസറ, നിങ്ങൾ ഇത്രയും ത്യാഗം ദീനിനു വേണ്ടി സഹിച്ചിട്ടും നിങ്ങളെ വെച്ച് മറ്റുള്ളവർക്ക് പ്രാധാന്യം നൽകുന്ന കാലം ഇനിയും നിങ്ങൾ പിൽക്കാലത്തുള്ള ഭരണാധികാരികളിൽ നിന്നും മറ്റുമൊക്കെ കാണേണ്ടി വരും. ക്ഷമിക്കുക നിങ്ങൾ. ഹത്താ തരിദു അലയ്യൽ ഹൗദ്, എൻ്റെ അരികിൽ, നാളെ ഹൗദിനരികിൽ എന്നെ നിങ്ങൾ കണ്ടുമുട്ടുവോളം ക്ഷമിച്ചു നിൽക്കുക എന്ന് അൻസാറുകളോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. എന്തുകൊണ്ടാണത്? ഒന്നുമില്ലാതെ ഈ ദീനിനു വേണ്ടി ഉറച്ചു നിന്നവരാണ്. അവർക്ക് പണമോ ഒട്ടകമോ കുതിരയോ ദീനിൽ ഉറച്ചു നിൽക്കാൻ വേണ്ടതില്ല. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ റഹ്മത്തിനാൽ ആളുകളിൽ ദീൻ വിട്ട് പൈസയ്ക്ക് വേണ്ടി ആളുകൾ ഇത് ഒഴിവാക്കി പോണ്ട, അതില്ലാത്തതിൻ്റെ പേരിൽ അവൻ കുഫറി പോയി ചാടണ്ട എന്ന നിലക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് കൊടുത്തവരെ ദീനിൽ ഉറപ്പിച്ചു നിർത്തുമായിരുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഞാൻ ചിലർക്ക് കൊടുക്കും, ചിലർക്ക് കൊടുക്കാതിരിക്കും. ഞാൻ കൊടുത്തവനേക്കാൾ എനിക്കിഷ്ടം ഞാൻ കൊടുക്കാത്തവനെ ആയിരിക്കും. മിൻഹും അംർ ഇബ്നു തഗ്ലിബ്, അങ്ങനെയുള്ളവരിൽപ്പെട്ട ആളാണ് അംർ ഇബ്നു തഗ്ലിബ്. ഇങ്ങനെ ഞാൻ ചിലർക്ക് കൊടുക്കും, ചിലർക്ക് കൊടുക്കാതിരിക്കും. ഞാൻ കൊടുത്ത ആളെക്കാൾ എനിക്കിഷ്ടം കൊടുക്കാത്ത ആളായിരിക്കും.
അങ്ങനെ എനിക്കിഷ്ടമുള്ള, ഞാൻ കൊടുക്കാത്ത ആളുകളിൽ ഒരാളാണ് അംർ ഇബ്നു തഗ്ലിബ് റളിയല്ലാഹു അൻഹു. ആ സഹാബി ഇത് കേട്ടപ്പോൾ പറഞ്ഞു, ദുനിയാവിൽ എനിക്ക് ഇന്ന കാര്യങ്ങളൊക്കെ കിട്ടുന്നതിനേക്കാൾ വലുത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്കാണ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്കാണ്. ഇതിന് മുദാറത്ത് എന്ന് പറയും. സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വീകരിച്ച രീതിയാണത്. നീ ദുനിയാവ് കൊടുക്കേണ്ടതിന് ദീൻ നടപ്പിലാക്കാൻ വേണ്ടി. പാടില്ലാത്ത മറുവശമുണ്ട്, വളരെ മോശമായ കാര്യം. എന്താണ്? ദുനിയാവിന് വേണ്ടി നീ ദീൻ വളച്ചു കെട്ടുക, ദീനിൽ മായം ചേർക്കുക. അതിനാണ് മുദാഹന എന്ന് പറയുക. അള്ളാഹു പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞു, വദ്ദു ലൗ തുദ്ഹിനു ഫയുദ്ഹിനൂൻ, വദ്ദു ലൗ തുദ്ഹിനു ഫയുദ്ഹിനൂൻ. അവർ കൊതിക്കുന്നു, ഓ നബിയെ താങ്കളൊന്ന് മയപ്പെടുത്തിയിരുന്നെങ്കിൽ, ഒന്ന് വെള്ളം ചേർത്തിരുന്നെങ്കിൽ, എങ്കിൽ അവർക്കും വെള്ളം ചേർക്കാൻ പറയും. അവരും വെള്ളം ചേർത്ത് തരും, കുഴപ്പമൊന്നുമില്ല, ഒരു ഒത്തുതീർപ്പിൽ അങ്ങ് പോയിക്കോളും. ഞങ്ങളുടെ ഇലാഹുകൾ നിങ്ങളൊന്നും പറയരുത്, ഞങ്ങൾ നിങ്ങളെയൊന്നും പറയുകയില്ല. ദീൻ പ്രചരിപ്പിക്കാൻ ഒന്നും പാടില്ല, നിങ്ങൾ പള്ളിയിൽ ഇങ്ങനെ പോവുക, തിരിച്ചു പോവുക, അതിലൊന്നും ഞങ്ങൾക്ക് തകരാറില്ല എന്ന് പറയുന്ന മുശ്രിക്കുകളുടെ ആ ഒത്തുതീർപ്പ് ഫോർമുല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അംഗീകരിച്ചിട്ടില്ല. അല്ലാഹു റബ്ബുൽ ആലമീൻ അതൊരിക്കലും അംഗീകരിക്കരുത് എന്ന് പറഞ്ഞു. അള്ളാഹുവിൻ്റെ ശിക്ഷ ലഭിക്കുമെന്ന് അള്ളാഹു താക്കീത് നൽകിയ കാര്യമാണ്. ദീൻ ഈ രൂപത്തിൽ, പ്രത്യേകിച്ച് ദീനിൻ്റെ അടിസ്ഥാന കാര്യങ്ങൾ, തൗഹീദ് പോലെയുള്ള കാര്യങ്ങളിൽ ആളുകളുമായി ഒത്തുതീർപ്പിന് തയ്യാറാവുക എന്നത് സഹോദരങ്ങളെ ഒരിക്കലും പാടില്ലാത്തതാണ്. നോക്കൂ, ആളുകൾക്കിടയിൽ ഇസ്ലാഹ് ഉണ്ടാക്കുക എന്നത് നല്ല കാര്യമാണ്. ദീനിയായ ഇസ്ലാഹ് എന്ന് പറഞ്ഞാൽ, ദീനിയായ കാര്യത്തിൽ തെറ്റിയവർ തമ്മിലുള്ള ഇസ്ലാഹ് എന്ന് പറഞ്ഞാൽ തെറ്റുപറ്റിയവനെ തിരുത്തിക്കൊണ്ടുള്ള ഇസ്ലാഹാണ്. അതല്ലാത്ത ഇസ്ലാഹ് ശരിയല്ല. ഇനി നോക്കൂ, ദുനിയാവിൻ്റെ കാര്യത്തിൽ തെറ്റിയ ആളുകളാണ് എങ്കിൽ അവർക്കിടയിൽ നീ ഇസ്ലാഹ് ഉണ്ടാക്കുക. എങ്ങനെ? ഒരാളോട് പോയിട്ട് നീ എൻ്റെ ഭാഗത്താണ് തെറ്റ് എന്ന് പറഞ്ഞിട്ട് അല്ല ഇസ്ലാഹ് ഉണ്ടാക്കേണ്ട, അത് പ്രശ്നമാണ് എങ്കിൽ. മറിച്ച് ആളുകൾക്കിടയിൽ ഇസ്ലാഹ് ഉണ്ടാക്കാൻ സുബ്ഹാനല്ലാഹ് കളവ് പറയുക എന്നതുപോലും ഈ ദീനിൽ അനുവദിക്കപ്പെട്ടിരിക്കുന്നു. സുബ്ഹാനല്ലാഹ്, കളവ് വളരെ ഗുരുതരമായ തെറ്റാണ്. കളവ് ഒരു മുഅ്മിനിന് യോജിക്കാത്ത കാര്യമാണ്. പക്ഷേ ഈ ഇസ്ലാഹിന് വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് അനുവദിച്ചിരിക്കുന്നു. അപ്പോൾ എന്താണ് ആളുകൾ തമ്മിൽ രഞ്ജിപ്പുണ്ടാക്കുന്നതിൻ്റെ വലിപ്പമെന്ന് ചിന്തിച്ച് നോക്കൂ. ഉദാഹരണത്തിന്, നിൻ്റെ രണ്ട് അയൽവാസികൾ തമ്മിൽ പ്രശ്നത്തിലാണ്, രണ്ട് സഹോദരങ്ങൾ തമ്മിൽ പിണങ്ങി കഴിയുകയാണ്. നീ ഒരാളോട് ചെന്ന്, ദീനിയായ ഒരു കാരണത്തിൻ്റെ പേരിലല്ല, ദുനിയവിയായ കാരണത്തിൻ്റെ പേരിൽ നീ ഒരാളോട് ചെന്ന് പറയാണ്, ഞാൻ മറ്റേ ആളോട്, അയാളുടെ അടുത്ത് പോയി സംസാരിച്ചിരുന്നു, അയാൾക്ക് സുബ്ഹാനല്ലാഹ് നിന്നെപ്പറ്റി വളരെ വളരെ നല്ല അഭിപ്രായമാണ്, എന്നോട് ഭയങ്കര സ്നേഹമാണ്, എന്നോടൊന്ന് നന്നായി കാണാൻ അയാൾ വല്ലാതെ ആഗ്രഹിക്കുന്നു. ഇതൊന്നും യഥാർത്ഥത്തിലില്ല, പക്ഷേ ഇത് നന്നാവാൻ വേണ്ടി പറയുകയാണ്. നേരെ തിരിച്ച് ഇയാളോടും പോയി അതുപോലെ പറയുകയാണ്. ഇത് ദീനിൽ അനുവദിക്കപ്പെട്ട എന്നല്ല, ദീനിൽ പ്രോത്സാഹിപ്പിക്കപ്പെട്ട കാര്യമാണ് എന്നാണ്. സുബ്ഹാനല്ലാഹ്. ഇമാം അൽ-അൽബാനി റഹിമഹുല്ലാഹ് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ പണ്ഡിതന്മാർ പറയുന്ന ഒരു കഥയുണ്ട്. ഈ നാട്ടിലെ സൗദി അറേബ്യയിലെ പണ്ഡിതന്മാരിൽപ്പെട്ട ഒരാൾ, ഹദീസ് പണ്ഡിതന്മാരിൽ അറിയപ്പെട്ട ഒരാളുമായി ഇമാം അൽ-അൽബാനി റഹിമഹുല്ലാഹ് അദ്ദേഹത്തിന് ചെറിയ സ്വരച്ചേർച്ച ഉണ്ടായിരുന്നു. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ വിദ്യാർത്ഥികളിൽ ഒരാൾ ഇമാം അൽ-അൽബാനി റഹിമഹുല്ലാഹ് അദ്ദേഹത്തിൻ്റെ അടുത്ത് ചെന്നിട്ട് പറഞ്ഞു, അദ്ദേഹം നിങ്ങളെപ്പറ്റി വളരെ വളരെ നല്ല അഭിപ്രായം എന്നോട് പറഞ്ഞിരുന്നു. അൽബാനി ഇദ്ദേഹത്തോട് പറഞ്ഞു, ഞാൻ അതെ, ഇസ്ലാഹ് ഉണ്ടാക്കാൻ വേണ്ടി കളവ് പറയാം. പക്ഷേ ഇമാം അൽബാനിക്കറിയാം, അയാൾ ഒരിക്കലും അത് പറഞ്ഞിട്ടില്ല. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാൻ അതെ, ഇസ്ലാഹിന് വേണ്ടി കളവ് പറയാം, കുഴപ്പമൊന്നുമില്ല എന്ന് അൽബാനി തിരിച്ചു പറഞ്ഞു. എന്നാണ് പറഞ്ഞു വന്നാൽ നോക്കൂ നിങ്ങൾ, ഇസ്ലാഹ് അത് അത്രയും ഗൗരവമുള്ളതാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. ഇതാണ് ദീനിയായ കാര്യത്തിൽ അകൽച്ചയിലുള്ളവരും ദുനിയാവിൻ്റെ കാര്യത്തിൽ അകൽച്ചയിലുള്ളവരും തമ്മിലുള്ള ഇസ്ലാഹിൻ്റെ രൂപം. രണ്ടാമത്തത് സുൽഹാണ്. സുൽഹ് എന്നാൽ, സുൽഹ് എന്ന് പറഞ്ഞാൽ രണ്ടുപേർ തർക്കത്തിനാണ്. ആ തർക്കം അവസാനിപ്പിക്കാൻ നീ ഇടപെടുക, പിണങ്ങി കഴിയുകയല്ല, മറിച്ച് തർക്കത്തിനാണ്. ഉദാഹരണത്തിന്, ഒരാൾ മറ്റൊരാൾക്ക് ഇത്ര പണം കൊടുക്കാണ്ട്, അവൻ എനിക്ക് ഇത്ര തരാനുണ്ട് എന്നൊരാൾ പറയുന്നു, മറ്റൊരാൾ പറയുന്നു തരാനില്ല എന്ന്. ഇങ്ങനെ ഒരു തർക്കത്തിൽ നിൽക്കുക എങ്കിൽ നീ അവർക്കിടയിൽ സുൽഹ് ഉണ്ടാക്കാൻ പ്രയത്നിക്കുക.
നേരത്തെ പറഞ്ഞു ഇതും തമ്മിലുള്ള വ്യത്യാസങ്ങൾ ശരിക്കും മനസ്സിലാക്കുക. നേരത്തെ എന്തെങ്കിലും കാര്യത്തിന് വേണ്ടി പിണങ്ങി കഴിയുക അങ്ങനെയല്ല. ഒരു വിഷയം അവരുടെ മുന്നിലുണ്ട്, തർക്കം, പണം കൊടുക്കാണ്ട് മറ്റാൾ പറയുന്നത് കൊടുക്കാനില്ല. അതിൽ ഉള്ളത് എന്താണ്? സുൽഹാണ്. എങ്ങനെയാണ് അത് സുൽഹാക്കേണ്ടത്? നിനക്കതിൽ സത്യം ബോധ്യമായാൽ ഇന്നയാൾക്ക് കൊടുക്കാനുണ്ട് എന്ന് നിനക്ക് ബോധ്യമായി. ഒരാൾ സത്യം പറയുകയാണ്, മറ്റേ ആൾ പറയുന്നത് ശരിയല്ല, ഇയാൾ പറയുന്നതാണ് ശരി എന്ന് നിനക്ക് ബോധ്യമായാൽ നിനക്ക് അവർക്കിടയിൽ സുൽഹ് ഉണ്ടാക്കാം. എങ്ങനെ? കൊടുക്കാനുള്ള ആളോട് പറയാം, ഇതാ നീ ഇത്ര കൊടുക്കാനുണ്ട്, അതാണ് ശരി. തെളിവുകളിലൂടെ നിനക്ക് ബോധ്യമായി, സാക്ഷികളിലൂടെയോ മറ്റോ ബോധ്യമായി. എങ്കിൽ കൊടുക്കാനുള്ള ആളോട് പറയാം, നീ കൊടുക്കാണ്ട് എന്നുള്ളതാണ് ശരി. മറ്റേ ആളോട് പറയാം, നിനക്ക് കിട്ടാണ്ട് എന്നുള്ളതാണ് ശരി. പക്ഷേ നമുക്ക് ഒരു ഒത്തുതീർപ്പിലെത്തിക്കൂടെ? അഥവാ ഒരു പകുതി കിട്ടാനുള്ളത് അവിടെ നിൽക്കട്ടെ, പകുതി ആൾ തന്നാൽ നിങ്ങൾ തമ്മിലുള്ള പ്രശ്നം തീരുക, തർക്കം തീരുക. അങ്ങനെ ഒരു ഒത്തുതീർപ്പിലെത്തിക്കൂടെ എന്ന് രണ്ടു പേരോടും പോയി പറഞ്ഞ് ഒരു സുൽഹിൽ രണ്ടു കൂട്ടരെയും എത്തിക്കുകയാണ്. ഇത് വളരെ ഖൈറായ കാര്യമാണ്. പരിശുദ്ധ ഖുർആൻ അല്ലാഹു പറ വസ്സുൽഹു ഖൈർ, വസ്സുൽഹു ഖൈർ. കാരണം കിട്ടാനുള്ള മനുഷ്യൻ അയാളുടേതാണ് അവകാശം. ആ അവകാശം അയാൾക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം? വിട്ടുകൊടുക്കുക. അയാൾക്ക് തനാസുലാവാം. അത് ദീനിൽ അനുവദിക്കപ്പെട്ടതാണ്. ഇനി രണ്ടാമതൊരു സാഹചര്യം എങ്ങനെയാണ്? ഒരാൾ പറയുന്നു എനിക്ക് ഇയാൾ ഇത്ര രൂപ തരാനുണ്ട്, മറ്റാൾ പറയുന്നില്ല ഞാൻ കൊടുക്കാനില്ല. രണ്ടുപേരും സത്യം പറയുന്നവരാണ്. രണ്ടുപേരും പൊതുവെ സത്യം പറയുന്നവരാണ്, കളവൊന്നും പറയുന്നവരല്ല. ആരുടെ ഭാഗത്താണ് ന്യായം എന്ന് നിനക്ക് മനസ്സിലാകുന്നില്ല. വ്യക്തമായൊരു തെളിവ് രണ്ട് ഭാഗത്തുമില്ല. അപ്പോൾ നീ നേരത്തെ പറഞ്ഞതുപോലെയല്ല. രണ്ടുപേരോടും എന്തു പറയുക? നീ കിട്ടാണ്ടെന്ന് പറയുന്നു, സത്യം പറയുന്ന ആളാണ് നീ എന്ന് എനിക്കറിയാം, കളവ് പറയാറില്ല. മറ്റൊരാൾ പറയും നീ കൊടുക്കാനില്ല എന്ന് പറയുന്നു, നീ കളവ് പറയാത്ത ആൾ എനിക്കറിയാം, സത്യം ആണ് നീ പറയാറുള്ളത്. ശരി, പക്ഷേ നമുക്കിതൊരു വ്യക്തത ഇല്ലാത്ത ആൾക്ക് നമുക്കൊരു സുലഹിലെത്തിക്കൂടെ? ഇതിൻ്റെ ഒരു പകുതി കൊടുക്കുക, പ്രശ്നം തീർക്കുക. എന്തിനാണ് വെറുതെ കോടതിക്കും കേസിനും ഒക്കെ പോകുന്നത്, ആളുകളെ അറിയിക്കുന്ന പ്രശ്നത്തിലേക്ക് നീങ്ങുന്നത്? ഇതങ്ങ് തീർത്തുകൂടെ എന്ന് പറഞ്ഞ് സുൽഹാക്കുക ശ്രേഷ്ഠമായ കാര്യമാണ്. എത്രത്തോളം എന്നാൽ സുബ്ഹാനല്ലാഹ്, ഈ സലാഹിനു വേണ്ടി സുൽഹിനു വേണ്ടിയൊക്കെ പ്രയത്നിക്കുന്ന ആളുകൾക്ക് ഇസ്ലാമിൽ സക്കാത്തിന് പോലും അർഹതയുണ്ട് എന്നാണ്. പഴയകാലത്ത് ജാഹിലിയത്തിൽ വരെ ആ പ്രവൃത്തി ആളുകൾക്കിടയിൽ വളരെ പുകഴ്ത്തപ്പെട്ട പ്രവൃത്തി. രണ്ട് ഗോത്രങ്ങൾ തമ്മിലൊക്കെ പ്രശ്നങ്ങളുണ്ടായാൽ ഇതിലൊന്നിനുമില്ലാത്ത ഒരാൾ വന്ന് ഇടപെടും, നമുക്ക് പ്രശ്നം തീർക്കാം, പ്രശ്നമുള്ള നിങ്ങൾക്ക് ഇത്ര പൈസ അങ്ങ് തരാം. ഇയാൾ ആ ബാധ്യത ഏറ്റെടുക്കുകയാണ്. എന്തിനു വേണ്ടി? അയാൾ കൊടുക്കാനൊന്നുമില്ല, പക്ഷെ അയാൾ ഒരു സുൽഹിനു വേണ്ടി കടക്കാരനാവുകയാണ്. സക്കാത്തിൻ്റെ 8 അവകാശികളിൽ ഒരാൾ, ഒരു കൂട്ടരാരൻ വൽഗാരിമീൻ, കടക്കാരാണ്. അതിലിങ്ങനെ കടക്കാരായ ആളുകളുമുണ്ട് എന്ന് പണ്ഡിതന്മാർ ഫിഖ്ഹിൻ്റെ ഗ്രന്ഥങ്ങളിൽ വ്യക്തമായി പറഞ്ഞത് കാണാം. സുൽഹിനു വേണ്ടി കടക്കാരനായവൻ, അയാളുടെ വ്യക്തിപരമായ ആവശ്യത്തിന് വാങ്ങിയതല്ല, പക്ഷെ ഒരു പ്രശ്നം തീർക്കാൻ വേണ്ടി അയാളുടെ ബാധ്യത ഏറ്റെടുക്കാൻ അയാൾക്ക് എന്തിന് അർഹതയുണ്ട്? മുസ്ലിമീങ്ങളുടെ സക്കാത്തിന് അർഹതയുണ്ട്. സുബ്ഹാനല്ലാഹ്. ഇസ്ലാഹും സുൽഹുമാണ് നമ്മൾ വിശദീകരിച്ചത്. മൂന്നാമത്തേത് അദിലിൻ്റെ ഭാഗമായി വരുന്ന സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ അദിൽ, രണ്ടുപേർക്കിടയിൽ നീ അദിൽ ചെയ്യുക, അത് സദഖയാണ്. അതിൽ വരുന്ന മൂന്നാമത്തെ കാര്യം ഹുക്കുമാണ്, വിധി പറയുക എന്നത്. അത് പണത്തിൻ്റെ കാര്യത്തിലാകണമെന്നില്ല, മറ്റെന്തെങ്കിലും തർക്കത്തിലാകാം. അത് പുറത്തുള്ള ആളുകളുടെ കാര്യത്തിലാകണമെന്നില്ല, നിൻ്റെ മക്കളുടെ കാര്യത്തിലാകാം. നീ വിധി പറയുക. വിധി നീ ആരുടെ കാര്യത്തിൽ പറഞ്ഞാലും ആ ഹുക്കുമ് ഖാദിമാർ വിധിക്കുന്ന വലിയ വലിയ ഹുക്കുമുണ്ട്, ന്യായാധിപന്മാർ വിധിക്കുന്ന ശരീഅത്ത്, കോടതികളിലെ ന്യായാധിപന്മാർ വിധിക്കുന്ന വിധിയുണ്ട്, നീതിപൂർവ്വം വിധിച്ചിരിക്കണം. അതല്ലാത്ത ആ രണ്ടാളുകൾക്കിടയിൽ നീ വിധി പറയുകയാണ് എങ്കിൽ ആർക്കിടയിലാകട്ടെ, രണ്ട് കുട്ടികൾക്കിടയിലാണ് എങ്കിൽ പോലും നീതി പാലിച്ചിരിക്കണം. വഇദാ ഹകംതും, നിങ്ങൾ ഹുക്മ് പറയുകയാണെങ്കിൽ ജനങ്ങൾക്കിടയിൽ നീതിപൂർവ്വം വിധി പറയുക എന്ന് റബ്ബ് സുബ്ഹാനഹു വ തആല പറഞ്ഞിരിക്കുന്നു. അപ്പോൾ നോക്കൂ, ഇതിന് സദഖയുടെ പ്രതിഫലമുണ്ട്. ഇത് സദഖയുടെ പ്രതിഫലമുള്ള കാര്യമാണ്. ഈ രണ്ട് കൂട്ടർക്കിടയിൽ ആദിൽ നീ ശ്രമിക്കുക എന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു തഅദിലു ബൈന ഇസ്നൈനി സദഖ. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ് വതുഈനു റജുല ഫീ ദാബത്തിഹി ഫതഹ്മിലുഹു അലൈഹ. ഒരാൾ അയാളുടെ വാഹനത്തിൻ്റെ പുറത്ത് കയറാൻ നീ സഹായിക്കുന്നത് സദഖയാണ്. സുബ്ഹാനല്ലാഹ്. പഴയ കാലത്തെ വാഹനങ്ങൾ, ഒട്ടകവും കുതിരയും ഒക്കെ അതിൻ്റെ പുറത്ത് കയറാൻ ആളുകൾക്ക് ബുദ്ധിമുട്ടുണ്ടാവും. അപ്പോൾ ഒരാൾ കാൽമുട്ട് വെച്ച് കൊടുക്കുക, അല്ലെങ്കിൽ കൈ വെച്ച് കൊടുക്കുക, അല്ലെങ്കിൽ പിടിച്ചു മുകളിലേക്ക് കയറ്റി കൊടുക്കുക. ആ വാഹനങ്ങളിൽ അങ്ങനെ ആധുനിക വാഹനങ്ങളിൽ പണ്ഡിതന്മാർ പറയുന്നുണ്ട്, ഒരാൾ വാഹനം കേടായി വഴിയിൽ കിടക്കുകയാണ്,
നീ അയാളെ സഹായിക്കുക, ശരിയാക്കാൻ സഹായിക്കുക. അതല്ല എങ്കിൽ പെട്രോൾ തീർന്നു പോയിരിക്കുകയാണ്, അയാളെ കൂട്ടി അടുത്ത പെട്രോൾ പമ്പിൽ പോയി അത് വാങ്ങി അതിലൊഴിക്കാൻ അയാളെ സഹായിക്കുക. സദഖയാണ്. സുബ്ഹാനല്ലാഹ്. വല്ലാഹു ഫി ഔനിൽ അബ്ദ് മാ കാന അൽ അബ്ദു ഫി ഔനി അഖീഹി. ഒരാൾ തൻ്റെ സഹോദരനെ സഹായിക്കുന്ന കാലത്തോളം അള്ളാഹു അവൻ്റെ സഹായത്തിനുണ്ടാകുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. മൻ നഫസ അൻ മുഅ്മിനിൻ കുർബതൻ മിൻ കുറബി ദുനിയ നഫസ അല്ലാഹു അൻഹു കുർബതൻ മിൻ കുറബി യൗമിൽ ഖിയാമ. ആരെങ്കിലും ഒരു മുഅ്മിനിന് ഈ ലോകത്തെ വല്ല പ്രയാസവും എളുപ്പമാക്കി കൊടുത്താൽ പരലോകത്തെ പ്രയാസം അള്ളാഹു അവന് എളുപ്പമാക്കി കൊടുക്കും. മൻ യസ്സറ അലാ മുഅ്സിരിൻ യസ്സറ അല്ലാഹു അൻഹു ഫി ദുനിയ വൽ ആഖിറ. മൻ യസ്സറ അലാ മുഅ്സിരിൻ യസ്സറ അല്ലാഹു അലൈഹി ഫി ദുനിയ വൽ ആഖിറ. ഒരു പ്രയാസത്തിൽ അകപ്പെട്ട ഒരാൾ എളുപ്പം നൽകിയാൽ അള്ളാഹു അവൻ ഈ ലോകത്തും പരലോകത്തും എളുപ്പം നൽകും. ആളുകളെ സഹായിക്കാൻ നടക്കുന്ന ആളുകളെ നോക്കൂ നിങ്ങൾ. അള്ളാഹു റബ്ബുൽ ആലമീൻ അത്ഭുതകരമായി അവരെയും അവരുടെ കുടുംബാംഗങ്ങളെയും ഒക്കെ അപകടങ്ങളിൽ നിന്നും പ്രയാസങ്ങളിൽ നിന്നും കാക്കുന്നത് കാണാം. സുബ്ഹാനല്ലാഹ്. ഈ ഹദീസിൻ്റെ തുടക്കത്തിലുള്ളത് എന്താണ്? ഓരോ സുലാമക്കും ബദലായി സദഖയുണ്ട്, ഓരോ സന്ധിക്കും ബദലായി സദഖയുണ്ട് എന്നാണ്. പണ്ഡിതന്മാർ ആ ഹദീസിൻ്റെ വാചകത്തിൽ നിന്ന് തെളിവുദ്ധരിച്ചു. നിന്റെ സന്ധികൾ അള്ളാഹു സംരക്ഷിക്കാൻ, നിന്റെ സന്ധികൾ അള്ളാഹു സംരക്ഷിക്കാൻ, ഡിസ്കും കാൽമുട്ടുകളും ഇതൊക്കെ അള്ളാഹു സംരക്ഷിക്കാൻ പണ്ഡിതന്മാർ അതങ്ങനെ തന്നെ പറഞ്ഞത് കാണാം. അള്ളാഹു സംരക്ഷിക്കാൻ സദഖ പോലെ സുബ്ഹാനല്ലാഹ് സഹായിക്കുന്ന കാര്യങ്ങൾ മറ്റുള്ളത് വളരെ കുറവാണ്. അപ്പോൾ നോക്കൂ, സദഖ അത്രയും അള്ളാഹുവിൻ്റെ പ്രത്യേകമായ ഹിഫ്ള് നിനക്കും നിൻ്റെ വേണ്ടപ്പെട്ടവർക്കും നിൻ്റെ മക്കൾക്കും നിൻ്റെ തലമുറകൾക്കും അള്ളാഹു റബ്ബുൽ ആലമീൻ അതിലൂടെ നൽകിയേക്കാം. അതുപോലെ നോക്കൂ, ഔ തർഫഉ ലഹു അലൈഹ മതാഅഹു സദഖ. നീ ഒരാൾക്ക് അയാളുടെ അയാളുടെ വസ്തുവകകൾ വാഹനത്തിൽ കയറ്റി കൊടുക്കുക എന്നത് സദഖയാണ്. ഒരാളൊരു വെയിറ്റുള്ള വസ്തു എടുത്തിട്ട് പോവുകയാണ്, രണ്ട് കയ്യിലും പിടിച്ചു പോവുകയാണ്, നീ പറയണം ഒന്ന് ഞാൻ പിടിക്കാം. ഒരാൾ ഭാരമുള്ളത് താങ്ങി പിടിച്ചു പോവുകയാണ്, നോക്കൂ നമുക്ക് രണ്ടാക്കും ഇത് പകുതിയായി പിടിക്കാം എന്ന് നീ പറയുക സഹോദര, സദഖയാണ്. നിൻ്റെ സമ്പത്തുള്ളവന് മാത്രമല്ല ഈ സദഖ സാധിക്കുക, മറിച്ച് നിൻ്റെ ശരീരം കൊണ്ട് നിനക്ക് സഹായിക്കാൻ സാധിക്കും. ലാ ഇലാഹ ഇല്ലല്ലാഹ്. നിങ്ങൾ കേട്ടിട്ടില്ലേ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ, അല്ലാഹു റബ്ബുൽ ആലമീൻ ആളുകൾക്ക് പുറത്തു കൊടുത്ത കാര്യങ്ങൾ, അള്ളാഹു ആളുകൾക്ക് സ്വർഗം നൽകിയ അതിന് കാരണമായ കാര്യങ്ങൾ. ഒരു കെൽബ്, ഒരു നായ, അത് ദാഹിച്ച് വലന്ന സന്ദർഭത്തിൽ ഒരു മനുഷ്യൻ എന്ത് ചെയ്യുകയാണ്? മറ്റു ചില ഹദീസുകളിൽ അതൊരു മോശക്കാരിയായ ദുർനടപ്പുകാരിയായ സ്ത്രീയായിരുന്നു എന്ന് കാണാം. ഒരു കിണറ്റിലിറങ്ങി അയാൾ അല്ലെങ്കിൽ അവൾ വെള്ളം കുടിച്ചു, ദാഹിച്ച് വെള്ളം കുടിച്ചു. പുറത്തിറങ്ങിയപ്പോൾ ഈ നായ അതിൻ്റെ നാവ് കൊണ്ട് മണ്ണിൽ ഇങ്ങനെ നാവിട്ടിളക്കുകയാണ്. ഇയാൾക്ക് അല്ലെങ്കിൽ ഇവൾക്ക് മനസ്സിലായി ഇതിന് ദാഹിച്ചിരിക്കാൻ, എനിക്ക് ദാഹിച്ചതുപോലെ അതിന് ദാഹിച്ചിട്ടുണ്ട് എന്നാണത് പറഞ്ഞത്. എന്നിട്ട് അദ്ദേഹം അതിലിറങ്ങി ചെരുപ്പിൽ വെള്ളമെടുത്ത് ഇതിന് കുടിക്കാൻ കൊടുത്തു. ഫശക്കർ അല്ലാഹുല. അള്ളാഹു അതിന് സ്വർഗം പ്രതിഫലമായി നൽകി. അള്ളാഹു അദ്ദേഹത്തിന് പുറത്തു കൊടുത്തു എന്നാണ് ഹദീസിലുള്ളത്. ഒരു നജസായ ജന്തുവാണത്. അതിനെ നീ ഇങ്ങനെ ഒരു റഹ്മത്ത് കാണിച്ചതിന് അള്ളാഹു ഇതാണ് പ്രതിഫലം നൽകുന്നതെങ്കിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഒരു മനുഷ്യന് വെള്ളം കൊടുത്താൽ എന്തായിരിക്കും? അയാളെ സഹായിച്ചാൽ എന്തായിരിക്കും? ഒരു സഹാബി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, നബിയോട് പറയുകയാണ്, നബി ഇന്നി ലഅദ്ബഹു ഷാഹ്. ഞാൻ ആടിനെ അറക്കും, ഞാൻ ആടിനെ അറക്കുന്ന ആളാണ്. പക്ഷെ അപ്പോൾ എനിക്ക് അതിനോട് റഹ്മത്ത് തോന്നും, ഞാൻ അതിനോട് എനിക്ക് കാരുണ്യം തോന്നും, അതിനോട് എനിക്ക് റഹ്മത്ത് തോന്നും, ഞാൻ അറക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, വശാതു ഇൻ റഹിംതഹാ റഹിമകല്ലാഹ്. ഒരാടിനോട് നീ റഹ്മത്ത് കാണിച്ചാൽ അള്ളാഹു നിന്നോട് റഹ്മത്ത് കാണിക്കും. സുബ്ഹാനല്ലാഹ്. ചിന്തിച്ചു നോക്കൂ നിങ്ങൾ, റഹ്മത്ത് എൻ്റെ മക്കളോട് നീ കാണിക്കുന്നത്. കുട്ടി കളിച്ച് ദാഹിച്ച് വന്നിട്ട് വെള്ളത്തിന് ഒഴിച്ചാൽ വെള്ളമെടുത്ത് കൊടുക്കുന്നത് അള്ളാഹു പരലോകത്ത് ദാഹത്തിൽ നിന്ന് നിന്നെ രക്ഷിക്കാൻ കാരണമാകുന്ന അമലാണ്. നിൻ്റെ കുട്ടിയാണെങ്കിൽ പോലും അള്ളാഹുവിൻ്റെ അജുർ അത് നീ നിയത്താക്കുക. ഷെയ്ഖ് ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാഹ് വെള്ളം ദാഹിക്കുന്ന ആൾക്ക് കൊടുത്താൽ ഉള്ള പ്രതിഫലം വിവരിക്കുന്നിടത്ത് പറഞ്ഞാണ്, നിൻ്റെ കുട്ടി കളിച്ചു വന്നാൽ നീ കൊടുത്താൽ ഈ പ്രതിഫലമുണ്ട്. കാരണം അതൊരു മനുഷ്യനാണ്. സുബ്ഹാനല്ലാഹ്. അള്ളാഹു റബ്ബുൽ ആലമീൻ ഇത്രയും നന്മകളുടെ വാതിലുകൾ നമുക്ക് മുന്നിൽ തുറന്നു വച്ചിരിക്കുന്നു. ഒരാൾ ഒരിക്കൽ
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഹദീസിൽ പറഞ്ഞതുപോലെ ഇതിൽ നമുക്ക് വഴിയിലെ തടസ്സം നീക്കുന്നത് കാണാം. അതേക്കുറിച്ച് ഞാൻ ഒടുവിൽ വിശദീകരിക്കാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, വൽ കലിമത്തു തയ്യിബത്തു സദഖ. തയ്യിബത്തായ ഒരു വാക്ക് അത് സദഖയാണ്. നല്ല വാക്ക് സദഖയാണ്. നല്ലൊരു വാക്ക് എന്ന് പറഞ്ഞാൽ അത് ലഫ്ളിൽ നല്ലതായിരിക്കണം, അതുപോലെ നിൻ്റെ ഖസ്ദിൽ, നിൻ്റെ ഉദ്ദേശത്തിലും നല്ലതായിരിക്കണം. നീ പറയുന്ന വാക്ക് നല്ലതാകണം, അതുപോലെ നീ അത് പറയുമ്പോൾ നിൻ്റെ ഉദ്ദേശവും തയ്യിബാകണം. അള്ളാഹു ഖുർആനിൽ പറഞ്ഞു, വഖൂലു ലിന്നാസി ഹുസ്ന. നിങ്ങൾ ജനങ്ങളോട് നല്ലത് പറയുക. ജനങ്ങളോട് എന്നാണ് അള്ളാഹു പറഞ്ഞത്. ആരോടായാലും, ഒരു മുസ്ലിമിനോടോ കാഫിറിനോടോ ആരോടായാലും നീ നല്ല വാക്ക് പറയുക എന്നത് അള്ളാഹു പഠിപ്പിച്ച മര്യാദയാണ്. വഖൂലു ലിന്നാസി ഹുസ്ന. നീ നല്ല വാക്ക് പറയുക, ജനങ്ങളോട് നീ നല്ലത് പറയുക. റബ്ബ് സുബ്ഹാനഹു വ തആല ഇഷ്ടപ്പെടുന്ന കാര്യമാണ് നല്ല വാക്ക് പറയുക എന്നത്. നല്ല വാക്കുകൾ ആളുകളുടെ ഹൃദയങ്ങളെ അടുപ്പിക്കുന്ന അത്ഭുതകരമായ അനുഭവങ്ങൾ എത്രയാണ് ആളുകൾക്ക് പറയാനുള്ളത്. അള്ളാഹു സ്വർഗത്തിൽ പ്രവേശിപ്പിക്കപ്പെട്ട ആളുകളെ കുറിച്ച് എന്താണ് പറഞ്ഞത്? വഹുദു ഇല തയ്യിബി മിനൽ ഖൗൽ. അവർക്ക് നല്ല വാക്ക് പറയാൻ അള്ളാഹു ഹിദായത്ത് നൽകിയെന്നാണ്. വഹുദു ഇല തയ്യിബി മിനൽ ഖൗൽ. അള്ളാഹു പറഞ്ഞു, യാ വഖുൽ ഇബാദി, എൻ്റെ അടിമകളോട് പറയൂ, യഖൂലു ലത്തി ഹിയ അഹ്സൻ, അവരേറ്റവും നല്ലത് പറയട്ടെ. ഇന്ന ശൈത്താന യൻസഗു ബൈനഹും, ശൈത്താൻ അവർക്കിടയിൽ കുഴപ്പങ്ങൾ ഇളക്കിവിടും. ഇന്ന ശൈത്താന കാന ലിൽ ഇൻസാനി അദുവ്വൻ മുബീന, ശൈത്താൻ മനുഷ്യർക്ക് പ്രത്യക്ഷ ശത്രുവാണ്. അതുകൊണ്ട് നീ മനസ്സിന് കുളിർമ നൽകുന്ന വാക്ക് പറഞ്ഞാൽ അള്ളാഹു പ്രതിഫലം നൽകും. എൻ്റെ സഹോദരൻ പ്രയാസപ്പെട്ടിരിക്കുകയാണ്, എന്തെങ്കിലും ഒരു വിഷമിച്ച അയാൾ ഇരിക്കുകയാണ്. അയാളുടെ മനസ്സിന് ഒരു ഇണക്കം ഉണ്ടാക്കാൻ, ഒരു കൂട്ട് തോന്നിപ്പിക്കാൻ വേണ്ടി നീ അയാളോട് വെറും ദുനിയാവിൻ്റെ ഒരു കാര്യം പറയുക. എന്താ ഇങ്ങനെ ഇരിക്കുന്നത്, സുഖം തന്നെ അല്ലേ, നമുക്കൊരു ചായ പിടിച്ചു വന്നാലോ, എന്തൊക്കെ വിശേഷങ്ങൾ എന്നൊരാളോട് നീ പറയുകയാണ്. വെറും ഒരു ദുനിയാവിൻ്റെ വാക്ക്. പക്ഷെ പറയുമ്പോൾ എൻ്റെ ഉദ്ദേശം എന്താണ്? അവരെ പ്രയാസം നീങ്ങട്ടെ, അത് മറന്നു പോട്ടെ. അള്ളാഹുവിങ്കിൽ പ്രതിഫലാർഹമായ കാര്യമാണ്. മനസ്സിലായില്ലേ? അള്ളാഹുവിങ്കിൽ പ്രതിഫലം ലഭിക്കുന്ന കാര്യമാണത്. നോക്കൂ, നീ ഒരാളോട്, നിൻ്റെ മാതാപിതാക്കളോടോ നിൻ്റെ പ്രിയപ്പെട്ടവരോടോ നല്ലത് സംസാരിച്ചെന്തെങ്കിലും തുടങ്ങാൻ വേണ്ടി നീ അവരോട് പറയുന്ന, അല്ലെങ്കിൽ അവരുമായി ഇരിക്കുമ്പോൾ ആ സദസ്സിൽ സംസാരം ഒന്ന് തുടങ്ങാൻ വേണ്ടി നീ എന്തെങ്കിലും പറയുമല്ലോ ആദ്യം. എന്താണ്, എന്താ വിശേഷം, സുഖം തന്നെയല്ലേ, ഭക്ഷണം കഴിച്ചോ? ഇത് സുബ്ഹാനല്ലാഹ്, അതിന് ശേഷമുള്ള ആ ഒരു ഇണക്കമുണ്ടാക്കാനുള്ള ഉദ്ദേശമാണ് നിൻ്റെ മനസ്സിലെങ്കിൽ ഈ വാക്ക് പ്രതിഫലാർഹമായ വാക്കാണ്. നേർക്ക് നേരെ അത് ഒരു ദിക്റോ ഇസ്തിഗ്ഫാറോ ദുആ ഒന്നുമല്ല എങ്കിൽ പോലും സഹോദരങ്ങളെ നോക്കൂ, വൽ കലിമത്തു തയ്യിബത്തു സദഖ, നല്ല വാക്ക് അത് സദഖയാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. ആ തയ്യിബായ കലിമത്തിൽ വളരെ ശ്രേഷ്ഠമാണ് നേരത്തെ വായിച്ച ഹദീസുകളിലുള്ളതുപോലെയുള്ള ദിക്റുകൾ പറയാം നമുക്ക്. വബികുല്ലി ഖുത്വത്തിൻ തംശിഹാ ഇല സ്വലാത്തി സദഖ, നീ നിസ്കാരത്തിന് വേണ്ടി നടന്നു പോകുന്ന ഓരോ കാലടിയും സദഖയാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് ഒരു സഹാബി ഉണ്ടായിരുന്നു. സഹാബിമാരിൽ മറ്റു ചിലർ പറയുകയാണ്, അദ്ദേഹത്തെ പോലെ ഇത്രയും മസ്ജിദിൽ നിന്ന് ദൂരെ താമസിക്കുന്ന വേറൊരാൾ എനിക്കറിയില്ല. അദ്ദേഹത്തെ പോലെ മസ്ജിദിൽ നിന്ന് ദൂരെ താമസിക്കുന്ന ഒരാൾ എനിക്കറിയില്ല. പക്ഷേ ഒരു വക്ത് പോലും അദ്ദേഹം ജമാഅത്തിന് വരാതിരിക്കുകയുമില്ല. ഞാനൊരിക്കൽ അദ്ദേഹത്തോട് ചോദിച്ചു, നിങ്ങൾക്കൊരു ഹിമാറിന് ഒരു കഴുതയെ വാങ്ങിക്കൂടെ? വരുമ്പോൾ ഉള്ള ഹിംസ്ര കടിക്കണ ജന്തുക്കളോ മറ്റോ ഇഴജന്തുക്കളോ മറ്റോ കടിക്കാതിരിക്കാൻ, വെയിലിൽ കാല് പൊള്ളാതിരിക്കാൻ, റമദായിൽ കാല് പൊള്ളാതിരിക്കാൻ. അപ്പം അദ്ദേഹം പറഞ്ഞു, എൻ്റെ വീട് മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വീടിന് അടുത്താകാൻ ഞാൻ ഇഷ്ടപ്പെടുന്നില്ല. അപ്പോൾ ഈ സഹാബിക്ക് ഇങ്ങനൊരു മറുപടി കേട്ടപ്പോൾ പ്രയാസം തോന്നി. അത് അങ്ങനെ പറഞ്ഞു, വീടടുത്ത് വീടാന്ന് എനിക്കിഷ്ടമല്ല. ഈ സഹാബി പോയി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അത് പറഞ്ഞു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇദ്ദേഹത്തെ വിളിപ്പിച്ചു. എന്നിട്ട് ചോദിച്ചു, നീ എന്താ അങ്ങനെ പറഞ്ഞു? അപ്പം അദ്ദേഹം പറഞ്ഞു, നബിയെ, ഞാൻ മസ്ജിദിലേക്ക് നിസ്കരിക്കാൻ അങ്ങോട്ട് മസ്ജിദിലേക്ക് വരുന്നതും, ശ്രദ്ധിക്കുക, മസ്ജിദിലേക്ക് വരുന്നു, തിരിച്ച് വീട്ടിലേക്ക് നടക്കുന്നതും അള്ളാഹു അതിൻ്റെ ഓരോ കാലടിപ്പാടും എനിക്ക് നന്മയായി രേഖപ്പെടുത്താൻ ഞാൻ ആഗ്രഹിക്കുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഖദ് കതബല്ലാഹു ലക ദാലിക കുല്ലഹ്, അള്ളാഹു നിനക്കത് മുഴുവൻ രേഖപ്പെടുത്തിയിരിക്കുന്നു. ആ ഹദീസ് നമുക്ക് എന്ത് മനസ്സിലാക്കാം? നിസ്കാരത്തിന് നീ വീട്ടിൽ നിന്ന് ഇറങ്ങി അങ്ങോട്ടേക്ക് പോകുന്ന കാലടിക്ക് മാത്രമല്ല പ്രതിഫലമുള്ളത്, പിന്നെയോ സുബ്ഹാനല്ലാഹ് തിരിച്ചു വീട്ടിലേക്ക് വരുന്നതിനും ഓരോ കാലടിക്കും അള്ളാഹു പ്രതിഫലം രേഖപ്പെടുത്തും. ഓരോ കാലടിക്കും ഒന്നല്ല, എത്രയാണ്? 10.
ഒന്നല്ല 10 എന്ന് പണ്ഡിതന്മാർ വിവരിച്ചത് കാണാം. നിനക്ക് നന്മ രേഖപ്പെടുത്തും, തിന്മ മായ്ക്കപ്പെടും, അതുപോലെ നിൻ്റെ ദറജ ഉയർത്തും. 360 സദഖകൾ ലഭിക്കാൻ ഉള്ള വളരെ വളരെ മികച്ച വഴികളിലൊന്നാണ് മസ്ജിദിലേക്കുള്ള നടത്തമെന്ന് പറയുന്നത്. അതുകൊണ്ട് മസ്ജിദിലേക്ക് ഒരാൾക്ക് ദൂരമുണ്ടായാൽ അയാൾ പ്രയാസപ്പെടേണ്ടതില്ല, അതിനുവേണ്ടി ദൂരം പോകേണ്ടതില്ല. പക്ഷെ ദൂരമായാൽ പ്രയാസപ്പെടേണ്ടതില്ല. കാലടികളിൽ സഹോദര നീ നന്മ പ്രതീക്ഷിക്കുക, അതിൽ അള്ളാഹു പ്രതിഫലം നൽകും എന്ന് പ്രതീക്ഷിക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വതുമീതുൽ അദാ അനി ത്വരീഖ് സദഖ, നീ വഴിയിൽ നിന്ന് പ്രയാസങ്ങൾ നീക്കുക എന്നത് സദഖയാണ്. വഴിയിലെ പ്രയാസങ്ങൾ നീക്കുക സുബ്ഹാനല്ലാഹ് വളരെ വളരെ ശ്രേഷ്ഠമായ കാര്യമാണ്. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ലഖദ് റഅയ്തു റജുലൻ യതഖല്ലബു ഫിൽ ജന്ന, സ്വർഗത്തിൽ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും സഞ്ചരിക്കുന്ന ഒരാളെ ഞാൻ കണ്ടു. എന്താ അയാൾ ചെയ്ത നന്മ? ഫീ ശജറത്തിൻ ഖതഅഹാ മിൻ ളഹ്രി ത്വരീഖ് കാനത് തുഅദി നാസ്, ജനങ്ങൾക്ക് ഉപദ്രവമുണ്ടാക്കുന്ന ഒരു മരം അയാൾ വഴിയിൽ നിന്ന് മുറിച്ചു മാറ്റിയതാണ് കാരണം. സ്വർഗത്തിൽ ആൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ് അതിനുള്ള കാരണം. അതുപോലെ നോക്കൂ, ഒരിക്കൽ അബൂ ബർജ അൽ അസ്ലമി റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിൻ്റെ റസൂലേ, ദുല്ലനി അലാ അമലിൻ അൻതഫിഉ ബിഹി, നബി എനിക്കൊരു പ്രവർത്തനം പഠിപ്പിച്ചു തന്നാലോ. അൻതഫിഉ ബിഹി, എനിക്ക് ഉപകാരമുള്ള ഒരു പ്രവർത്തനം നബിയെ എനിക്ക് പഠിപ്പിച്ചു തന്നാലോ. ഇതാണ് വന്ന് ചോദിക്കുന്നത്. നബി എനിക്ക് ഉപകാരമുള്ള ഒരു അമൽ, ഒരു പ്രവർത്തനം പഠിപ്പിച്ചു തന്നാൽ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മറുപടി എന്താണ്? ഇഅ്സിലിൽ അദാ അൻ തരീഖിൽ മുസ്ലിമീൻ, മുസ്ലിമീങ്ങൾ സഞ്ചരിക്കുന്ന വഴിയിലെ തടസ്സം നീ നീക്കിക്കൊള്ളുക. നോക്കൂ, പണ്ഡിതന്മാർ പറഞ്ഞത് കാണാം, ഈ മുസ്ലിമീങ്ങൾ സഞ്ചരിക്കുന്ന വഴിയിലെ തടസ്സം എന്നാൽ കേവലം അവരുടെ യാത്ര മുടക്കുന്ന തടസ്സം മാത്രം ആകണമെന്നില്ല, മറിച്ച് അവർക്ക് അലോസരം ഉണ്ടാക്കുന്ന എന്തെങ്കിലും ഒരു കാഴ്ചയാണ്, അത് കണ്ട പോകുന്ന ആളുകൾക്ക് ഒരു ബുദ്ധിമുട്ട്, അത് നീ നീക്കുന്നത് പോലും എന്താണ്? വഴിയിലെ ബുദ്ധിമുട്ട് നീക്കലാണ്. മനസ്സിലായില്ലേ? വഴിയിൽ എന്തെങ്കിലും ബുദ്ധിമുട്ട്, ഉദാഹരണത്തിന് പണ്ഡിതന്മാർ ഉദാഹരണമായി വിളിച്ച് ഏതെങ്കിലും ഒരു ചുമരിൻ്റെ പുറത്ത് എന്തെങ്കിലും ഒരു അശ്ലീല ആരെങ്കിലും എഴുതി വെച്ചിരിക്കും, ഒരു അശ്ലീലമായ വാക്കൊരാൾ ചുമരുമ്പോൾ എഴുതി വെച്ചിരിക്കും. പോകുന്ന ആളുകൾ അത് കണ്ടാൽ നമ്മൾ പറയല്ലേ, സ്ത്രീകളും കുട്ടികളും കുടുംബങ്ങളൊക്കെ പോകുമ്പോൾ ഈ വൃത്തിയായിട്ട ഒരു എഴുത്തൊരാളിവിടെ എഴുതി വെച്ചിരിക്കുന്നു, നീ അത് മായ്ച്ചു കളയാൻ സാധിക്കുമെങ്കിൽ അത് മായ്ച്ചു കളയുക എന്നത് വഴിയിൽ പ്രയാസം നീക്കലാണ്, വഴിയിലെ ബുദ്ധിമുട്ട് നീക്കലാണ്. റബ്ബ് സുബ്ഹാനഹു വ തആല സ്വർഗം നൽകാൻ ആ അമൽ കാരണമായേക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ ഹദീസ് പ്രകാരം. അതുപോലെ നോക്കൂ, റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം മറ്റുള്ള റിവായത്തുകളിൽ പറഞ്ഞത് നമുക്ക് കാണാം. തസ്ബീഹ്, തഹ്മീദ്, അതുപോലെ തഹ്ലീൽ, തക്ബീർ, ഇതെല്ലാം സദഖയാണ്. ദിക്റുകളിൽ ഏറ്റവും ശ്രേഷ്ഠമായ ദിക്റുകൾ 4 എണ്ണമാണ്. ഏതാണത്? സുബ്ഹാനല്ലാഹ് വൽഹംദുലില്ലാഹ് വലാ ഇലാഹ ഇല്ലല്ലാഹ് അല്ലാഹു അക്ബർ. സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് അല്ലാഹു അക്ബർ. ഇതാണ് ദിക്റുകളിൽ ഏറ്റവും ശ്രേഷ്ഠമായ ദിക്റുകൾ. ഇതിനോളം ശ്രേഷ്ഠമായ മറ്റൊരു ദിക്റുമില്ല. എത്രയും എപ്പോഴും ചൊല്ലാം, ഇത് ഉയർന്നു പോകും. അള്ളാഹുവിൻ്റെ ആർശിന് ചുറ്റും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, അള്ളാഹുവിൻ്റെ ആർശിന് ചുറ്റും തേനീച്ചകളുടെ ഇരമ്പൽ പോലെ ഇരമ്പൽ ഈ ദിക്റുകൾക്കുണ്ടാകും. അള്ളാഹുവിൻ്റെ ആർശിനരികിൽ ഇത് നിൻ്റെ ദിക്റുകൾ എത്തിച്ചേരും. സ്വർഗത്തിൽ ഓരോ ദിക്റിനും പകരമായി നിനക്ക് വേണ്ടി വിശിഷ്ടമായ മരങ്ങൾ മുളപ്പിക്കപ്പെടും. നീയുടെ ചൊല്ലുന്ന ഓരോ സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് അല്ലാഹു അക്ബർ, ഇത് സ്വർഗത്തിലെ വൃക്ഷങ്ങളാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലഅൻ അഖൂല സുബ്ഹാനല്ലാഹ് വൽഹംദുലില്ലാഹ് വലാ ഇലാഹ ഇല്ലല്ലാഹ് വല്ലാഹു അക്ബർ അഹബ്ബു ഇലയ്യ മിമ്മ തലഅത് അലൈഹി ശംസ്. ഞാൻ ഈ 4 ദിക്റുകൾ പറയലാണ്, സൂര്യൻ എന്തിൻ്റെയൊക്കെ മുകളിൽ ഉദിച്ചിട്ടുണ്ടോ അതിനേക്കാളെല്ലാം എനിക്കിഷ്ടം. സൂര്യൻ എന്തിൻ്റെല്ലാം മുകളിൽ ഉദിച്ചിട്ടുണ്ടോ അതിനേക്കാളെല്ലാം എനിക്കിഷ്ടം എനിക്ക് ഈ ദിക്റുകൾ പറയലാണ് എന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുക. അദ്കാറുകൾ അത് നോക്കൂ, ഏറ്റവും ശ്രേഷ്ഠമായ അമലാണ്. പക്ഷേ ഏതേത് നന്മയാകട്ടെ അതിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാതൃക നമുക്കുണ്ടായിരിക്കണം. ഏത് കാര്യമാകട്ടെ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കാത്തത് ദിക്റായി ദുആയി. കാരണം ആളുകൾക്ക് സലാത്തിൻ്റെ മഹത്വം അറിയാം, ദിക്റിൻ്റെ മഹത്വം അറിയാം. അപ്പോൾ ഇതാ ആളുകളെ, ജനങ്ങളുടെ ദീന് നശിപ്പിക്കുന്ന, ജനങ്ങളെ യഥാർത്ഥ ദിക്റിൽ നിന്ന് മുടക്കിക്കളയുന്ന ആളുകളാണ് അവരെ ഇല്ലാത്ത ദിക്റ് പഠിപ്പിക്കുക. നിങ്ങൾ കണ്ടിട്ടില്ലേ മുസ്ലിയാക്കന്മാർ എന്തെല്ലാം ദിക്റുകളാണ്, ദീനിനെ പരിഹസിക്കുന്ന കുഫറായി തീരുന്ന ദിക്റുകൾ വരെ ആളുകൾ ചൊല്ലുന്നു. ഒരു വയസ്സായ മനുഷ്യൻ
ചൊല്ലുന്നത് ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കണ്ടിട്ടുണ്ട്, എൻ്റെ ഈ കാതുകൾ കൊണ്ട് ഞാൻ കേട്ടിട്ടുണ്ട്. ഒരു വയസ്സായ മനുഷ്യൻ പുസ്തകം എടുത്തിട്ട് അയാളുടെ വീട്ടിൻ്റെ ഉമ്മറപ്പടിയിൽ ഇരുന്നിട്ട് ചൊല്ലുകയാണ്, ലാ ഐന ഇല്ലല്ലാ ലാ അൻഫ ഇല്ലല്ലാ. ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കണ്ടതാണ്. നഊദു ബില്ലാഹ് നഊദു ബില്ലാഹ്. അള്ളാഹു നമ്മെ കാത്തിരിക്കുമാറാകട്ടെ. എന്താണ് അതിൻ്റെ അർത്ഥം? അള്ളാഹു അല്ലാതെ കണ്ണില്ല, അള്ളാഹു അല്ലാതെ മൂക്കില്ല, അള്ളാഹു അല്ലാതെ കാതില്ല. അതായത് പടപ്പും പടച്ച റബ്ബും ഒന്നാണ് എന്ന മുശ്രിക്കുകളുടെ വിശ്വാസം അതുകൊണ്ട് നടക്കുന്ന വഹ്ദത്തുൽ വുജൂദ് എന്ന് പറയുന്ന ആശയം കൊണ്ട് നടക്കുന്ന സൂഫികൾ ഉണ്ടാക്കിയ ദിക്റാണത്. ഒക്കെ അവൻ തന്നെ അള്ളാഹു ആണെന്നാണ് അവൻ്റെ വിശ്വാസം. അതിൻ്റെ ഭാഗമാണ് ഈ ദിക്ർ. ഇത് ചൊല്ലുന്ന കൂലി കിട്ടാൻ വേണ്ടി മഗ്‌രിബിൻ്റെ ഇശാൻ്റെ ഇടയ്ക്ക് ഇയാൾ ഇരുന്നിട്ട് ചൊല്ലുകയാണ്. നഊദു ബില്ലാഹ്. ഇതുപോലെ ഉള്ള കാര്യങ്ങൾ ദിക്റുകളാണെന്ന പേരിൽ ജനങ്ങളെ പഠിപ്പിക്കുന്നവരുണ്ട്. നോക്കൂ, ജനങ്ങളുടെ ദീനിൽ ആത്മീയത മുതലെടുത്ത് ദീനിലില്ലാത്ത ദിക്റുകൾ പറഞ്ഞ് അവരെ പഠിപ്പിക്കുന്നവരാരോ അവരാണ് ദിക്ർ മുടക്കികൾ. ദിക്റില്ലാത്ത സലാത്തില്ലാത്ത ആളുകളാരാണ്? ഇവരാണ്. അല്ലാതെ യഥാർത്ഥ ദിക്റും യഥാർത്ഥ സലാത്തും ആണ് ചൊല്ലേണ്ടത് എന്ന് പറയുന്നവരാണോ ദിക്റും സലാത്തും മുടക്കുന്നവർ? അല്ല. നിങ്ങൾ ഈ കള്ള ദിക്റും ഇല്ലാത്ത സലാത്തും പഠിപ്പിച്ചു കൊടുത്താലാണ് ആളുകൾ യഥാർത്ഥ ദിക്റിൽ നിന്ന് പിന്നോട്ട് പോവുക. യഥാർത്ഥ സലാത്ത് ആളുകൾ ചൊല്ലാതിരിക്കുക. സലാത്തിൻ്റെ മഹത്വം പറയും, എന്നിട്ട് ആളുകൾക്ക് പഠിപ്പിച്ചു കൊടുക്കും നാരിയ സലാത്ത്, താജു സലാത്ത്, കെൻസുൽ അർശി സലാത്ത്. ഇങ്ങനെ ദീനിൽ മാതൃകയില്ലാത്ത ഷിർക്കിൻ്റെ വരികൾ പേറുന്ന സലാത്തുകൾ പഠിപ്പിച്ച് ആളുകളെ ചൊല്ലിക്കാൻ ശ്രമിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സലാത്തിൻ്റെ ദിക്റിൻ്റെ ശ്രേഷ്ഠത എത്രയാണ് പറഞ്ഞത്? മൻ സല്ല അലയ്യ സലാത്തൻ വാഹിദൻ സല്ലല്ലാഹു അലൈഹി അശറ സലവാത്ത്. ആരെങ്കിലും എൻ്റെ മേൽ ഒരു സലാത്ത് ചൊല്ലിയാൽ അള്ളാഹു അവന് 10 അനുഗ്രഹങ്ങൾ നൽകുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരിക്കുന്നു. നബിയുടെ പേര് കേട്ടാൽ നമ്മൾ പറയുന്ന സല്ലല്ലാഹു അലൈഹി വസല്ലം അത് സലാത്താണ്. അല്ലാഹുമ്മ സല്ലി അലാ നബീന മുഹമ്മദിൻ വസല്ലിം സലാത്താണ്. അതുപോലെ അതിൻ്റെ പൂർണ്ണമായ രൂപം, ശ്രേഷ്ഠമായ രൂപം ഇബ്രാഹിം അലൈഹിസ്സലാമിൻ്റെ കുടുംബത്തിനും ഇബ്രാഹിം നബിക്കും വേണ്ടി സലാത്തും സലാമും കൂടി ചോദിക്കുന്ന ഇബ്രാഹിമിയ സലാത്ത് എന്ന സലാത്താണ്. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദിൻ وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. അതിൻ്റെ തന്നെ ഹദീസുകളിൽ എന്തൊക്കെ റിവായത്തുകൾ വന്നിട്ടുണ്ടോ അത് ചൊല്ലുക. ഇല്ലാത്ത സലാത്തുകൾ ഉണ്ടാക്കി അതിനില്ലാത്ത പ്രതിഫലം പറഞ്ഞ് ഇന്ന സമയത്ത് ചൊല്ലാൻ ഇന്ന പ്രശ്നമുണ്ടായാൽ ഇത് ഇത്ര ചൊല്ലുക എന്നിങ്ങനെ പറഞ്ഞു പഠിപ്പിക്കുന്ന ആളുകൾ ജനങ്ങളുടെ യഥാർത്ഥ സലാത്ത് നശിപ്പിക്കുന്നവരാണ്. അതാണ് സഹോദരങ്ങളെ, ബിദ്അത്ത് ഏത് ദീനിൽ കടന്നു വന്നാലും അതിൻ്റെ പകരം സുന്നത്ത് നഷ്ടപ്പെടും. ബിദ്അത്ത് ദീനിൽ കടന്നു വരുമ്പോൾ സുന്നത്ത് നഷ്ടപ്പെടുകയാണ് ചെയ്യുക. ഏത് ബിദ്അത്തിൻ്റെ ആശയക്കാരെ നിങ്ങൾ നോക്കൂ, അവർ സുന്നത്ത് വികൃതമാക്കും. അതുപോലെ ദീനിൽ വൈരുദ്ധ്യങ്ങൾ ബിദ്അത്തിൻ്റെ കക്ഷികളുടെ സ്വഭാവമാണ്. ദീൻ പ്രയാസത്തിലാക്കുക ബിദ്അത്തുകാരുടെ സ്വഭാവമാണ്. മനസ്സിലായി? ദീനി എത്ര ദീനി വിജ്ഞാനങ്ങളാണ് ബിദ്അത്തിൻ്റെ കക്ഷികൾ അലങ്കോലമാക്കിയത്. ബിദ്അത്തിൻ്റെ കക്ഷികൾ ദീനിൻ്റെ എത്രയോ വിജ്ഞാനങ്ങൾ, ഇസ്ലാമിൻ്റെ പഠനശാഖകളെ അലങ്കോലമാക്കുകയും അതിനെ പ്രയാസത്തിലാക്കുകയും ചെയ്തിട്ടുണ്ട്. എന്തുകൊണ്ടാണ്? അവരെ ബിദ്അത്തിനൊപ്പിച്ചിത് അവർ വളച്ചൊടിക്കും. ഇസ്ലാമിൻ്റെ വിശ്വാസങ്ങൾ നോക്കൂ. ശരിയാക്കൽ, അള്ളാഹുവിൻ്റെ പേരുകൾ, വിശേഷണങ്ങൾ അത് അള്ളാഹു റസൂലും പഠിപ്പിച്ചതുപോലെ പഠിപ്പിക്കാത്തതുകൊണ്ട് തലയും വാലും ഇല്ലാതെ ആക്കി കളഞ്ഞു ഇസ്ലാമിൻ്റെ വിശ്വാസകാര്യം അല്ലേ? അതുപോലെ നോക്കൂ, ഖവാരിജുകൾ, മുർജിഅത്ത്, ഇതുപോലുള്ള കക്ഷികൾ ഇസ്ലാമിൻ്റെ സുന്ദരമായ ഇസ്ലാമിൻ്റെ ജിഹാദിനെ, ഇസ്ലാമിൻ്റെ സുന്ദരമായ ഭരണാധികാരികളും ഭരണീയരും തമ്മിലുള്ള ഇടപാടിനെ ഒക്കെ അങ്ങേയറ്റം മ്ലേച്ഛമാക്കി കളഞ്ഞു, മോശമാക്കി കളഞ്ഞു, ആളുകൾക്ക് തിരിയാത്തതാക്കി കളഞ്ഞു. യഥാർത്ഥത്തിൽ വളരെ എളുപ്പമുള്ളതാണ്. അതുകൊണ്ടാണ് സുന്നത്ത് ബിദ്അത്തൊന്നും പഠിക്കാത്ത ഒരാൾക്ക് ഒരു കുട്ടിയെ നിങ്ങൾ പഠിപ്പിച്ചു കൊടുത്തു നോക്കും, അവനത് അനുഭവപ്പെടുക എങ്ങനെയാണെന്ന് അറിയുമോ സഹോദരങ്ങളെ? ഇത് ദീൻ പഠിപ്പിക്കുന്ന അധ്യാപകരുടെ അനുഭവമാണ്. ബിദ്അത്തൊന്നും തലയിൽ കയറാത്ത അൽഹംദുലില്ലാഹ് അള്ളാഹുവിൻ്റെ തൗഫീഖ് കൊണ്ട് സുന്നത്തിൽ വളർന്നു വന്നു. തൗഹീദേ അറിയൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തെ അവർ കേട്ടിട്ടുള്ളൂ. ഈ കണ്ട ബിദ്അത്തിൻ്റെ കക്ഷികളൊന്നും പെട്ടിട്ടില്ല. അങ്ങനെയുള്ള ആളുകളോട് ഇതുപോലുള്ള കാര്യങ്ങൾ പഠിപ്പിച്ച് അങ്ങനെയുള്ള കുട്ടികൾ പറയുക എന്താണെന്ന് അറിയുമോ നിങ്ങൾക്ക്? അവർ പറയുക, ഇതിനെന്താണ് സംശയമുള്ളത്? അതിനെതിരായ വാദങ്ങൾ പറഞ്ഞാൽ അവർ അത്ഭുതപ്പെടുകയാണ്. അതായത് ഇങ്ങനെ പിഴച്ച കക്ഷികൾക്ക് വാദം പറഞ്ഞു, എങ്ങനെയാണ് ഇവരിത് പറയുന്നത്? കാരണം അവൻ്റെ
ശുദ്ധ പ്രകൃതിക്ക് ഏറ്റവും യോജിച്ചത് അത് അഹ്ലുസുന്നത്തിൻ്റെ മാർഗമാണ്. കാരണം അത് പരിശുദ്ധ ഇസ്ലാമാണ്. അത് പരിശുദ്ധ ഇസ്ലാമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ എന്താണ്? ഇന്നൽ ഈമാന നസല ഫീ ജദ്രി ഖുലൂബിർ റിജാൽ ثم علموا من الكتاب ثم علموا من السنة. ഈമാൻ മനുഷ്യരുടെ ഹൃദയത്തിൻ്റെ അടിവേരിലാണ് ഇറങ്ങിയിട്ടുള്ളത്. അവരുടെ ഫിത്രത്ത് ശുദ്ധ പ്രകൃതി അഹ്ലുസുന്നത്തിൻ്റെ മാർഗമാണ്. ഇസ്ലാമിൻ്റെ ശുദ്ധമായ വഴിയാണ്, സലഫിയത്താണത്. അതാണ് ശുദ്ധ പ്രകൃതം, മനുഷ്യരുടെ ശുദ്ധ പ്രകൃതം അതാണ്. ثم علموا من الكتاب ثم علموا من السنة. പിന്നെ അത് അവർ കിതാബിൽ നിന്ന് മനസ്സിലാക്കി, സുന്നത്തിൽ നിന്ന് മനസ്സിലാക്കി. അപ്പോൾ നിന്റെ ഫിത്രത്ത് നട്ടുപിടിപ്പിക്കുന്ന, അതിന് വെള്ളവും വളവും നൽകുന്നതാണ് ശർഈയായ വിജ്ഞാനം, ദീനി വിജ്ഞാനം. നിന്റെ ശുദ്ധ പ്രകൃതമാണ് വളരുന്നത്. മനസ്സിലായില്ലേ? അതുകൂടി ആയാൽ നിന്റെ ഹൃദയം പ്രകാശത്തിനുമേൽ പ്രകാശം എന്ന് അള്ളാഹു പറഞ്ഞതുപോലെ ആയിത്തീരും. കാരണം അതിൽ നേരത്തെ ശുദ്ധ പ്രകൃതത്തിൻ്റെ പ്രകാശമുണ്ട്. അതോടൊപ്പം ഖുർആനിൻ്റെ സുന്നത്തിൻ്റെ വിജ്ഞാനം കൂടിയായാൽ അത് വെളിച്ചത്തിനുമേൽ വെളിച്ചം. നൂറുൻ അലാ നൂർ. സൂറത്തു നൂറിൽ ആ ആയത്തിൻ്റെ തഫ്സീറിൽ അതേ ആയത്തിനെ കുറിച്ച് ഇമാം ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് അദ്ദേഹം പറയുന്നത് മുഅ്മിനിൻ്റെ ഖൽബിനെ കുറിച്ചാണ്. മുഅ്മിനിൻ്റെ ഖൽബാണത്. നൂറുൻ അലാ നൂർ, പ്രകാശത്തിനുമേൽ പ്രകാശം. അത് അവൻ്റെ ഹൃദയത്തിനാണുള്ളത്. അള്ളാഹു ആ ഹൃദയം നമുക്ക് നൽകുമാറാകട്ടെ. നമ്മുടെ തിന്മകൾ കൊണ്ട് അള്ളാഹു നമ്മുടെ ഹൃദയങ്ങളിൽ കറവീഴ്ത്താതിരിക്കട്ടെ. റബ്ബ് സുബ്ഹാനഹു വ തആല ഈ ദീനിൽ, ഇസ്ലാമിൽ സുന്നത്തിലായിക്കൊണ്ട് ജീവിക്കാനും അതിലായി മരിക്കാനും അവൻ്റെ ഫദ്ലിനാൽ നമുക്ക് തൗഫീഖ് ഏകുമാറാകട്ടെ. നോക്കൂ, നിങ്ങൾ ബിദ്അത്തിൻ്റെ കക്ഷികൾ ദീൻ വഷളാക്കുകയും അലങ്കോലപ്പെടുത്തുകയും പ്രയാസത്തിലാക്കുകയും ആണ് ചെയ്യുക. നിങ്ങൾ ശുദ്ധമായ ദീൻ, ഈ വക ഒരു കക്ഷിത്വവുമില്ലാത്ത, ഈ വക ഒരു ബിദ്അത്തിൻ്റെ കറയുമേറ്റിട്ടില്ലാത്ത ആളുകളിൽ നിന്ന് നിങ്ങൾ കേട്ടു നോക്കൂ. നല്ല മനസ്സോടെ, നല്ല നീയത്തോടെ അള്ളാഹുവിനോട് ദുആ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് മനസ്സിലാകും ഇതാണ് യഥാർത്ഥ ദീൻ, ഇതാണ് ദീൻ. ഇത് നിങ്ങൾക്ക് മനസ്സിലായി. ഇതിനൊരു കെട്ടിക്കൊടുക്കുമില്ല. അൽഹംദുലില്ലാഹ് മില്ലത വമാ ജഅല അലൈക്കും ഫിദ്ദീൻ മിൻ ഹറജ്. അള്ളാഹു ഈ ദീനിൽ നിങ്ങൾക്കൊരു പ്രയാസവും വെച്ചിട്ടില്ല. മില്ലത അബീക്കും ഇബ്രാഹിം, നിങ്ങളുടെ പിതാവ് ഇബ്രാഹിം അലൈഹിസ്സലാമിൻ്റെ മാർഗം. വസമ്മാക്കുമുൽ മുസ്ലിമീൻ, അവനാണ് നിങ്ങളെ മുസ്ലിമീങ്ങളെന്ന് പേര് വിളിച്ചിട്ടുള്ളത്. ഇന്ന ദീന ഇൻദല്ലാഹിൽ ഇസ്ലാം, അള്ളാഹുങ്കൽ ദീൻ എന്നാൽ ഇസ്ലാമാണ്. അത് മനുഷ്യൻ്റെ ശുദ്ധ പ്രകൃതിയുടെ ദീനാണ്. ഫിത്രത്തല്ലാഹി അല്ലതി ഫതറന്നാസ അലൈഹാ, അള്ളാഹു ജനങ്ങളെ നിശ്ചയിച്ച ശുദ്ധ പ്രകൃതി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, കുല്ലു മൗലൂദിൻ യൂലദു അലൽ ഫിത്ര ഫഅബവാഹു യുഹൗവിദാനിഹി ഔ യുനസ്സറാനിഹി ഔ യുമജ്ജിസാനിഹി. ഓരോ മനുഷ്യരും ജനിച്ചു വീഴുന്നത് ശുദ്ധ പ്രകൃതിയിലാണ്. അവൻ്റെ മാതാപിതാക്കളാണ് അവനെ യഹൂദിയോ നസ്രാനിയോ മജൂസിയോ ഒക്കെ ആക്കി തീർക്കുന്നത്. അതിൻ്റെ ബാക്കി നിങ്ങൾ ചിന്തിച്ചു നോക്കൂ. അത് യഥാർത്ഥ ഇസ്ലാമാണ്. ബിദ്അത്ത് അത് ആളുകളെ ഇതുപോലുള്ള പിഴച്ച കൂട്ടുകെട്ടും, അവർക്ക് ചുറ്റും ജീവിക്കുന്ന മാതാപിതാക്കളോ പിഴച്ച അധ്യാപകരോ പിഴച്ച നേതാക്കന്മാരോ ഒക്കെ കൊണ്ടുപോകുന്നതാണ് ബിദ്അത്തിൻ്റെ വഴികൾ. അതുകൊണ്ട് എപ്പോഴും നമ്മൾ ശുദ്ധ ദീൻ പഠിക്കാനും അതിലുറച്ചു നിൽക്കാനും പരിശ്രമിക്കുക. എങ്കിലാണ് ഈ പറഞ്ഞ നന്മകളൊക്കെ നമുക്ക് ഫലപ്പെടുക. നന്മകളൊക്കെ ഫലപ്പെടണമെങ്കിൽ നമ്മുടെ അടിത്തറ നന്നായിരിക്കണം. അടിത്തറ എന്താണ്? അടിത്തറ അത് ഈമാനാണ്. ആ ഈമാൻ ഇല്ലാതാക്കി കളയും ശിർക്കും കുഫറും. അതുപോലെ ബിദ്അത്ത് ആ ഈമാനിൻ്റെ മാറ്റുപറ്റ കുറച്ച് കളയും. നോക്കൂ, നരകത്തിനു മുന്നിൽ നിന്നെ കെട്ടിത്തൂക്കിയിട്ടതുപോലെ നഊദു ബില്ലാഹ്, എപ്പോഴും അതിൽ നീ ശാശ്വത നരകത്തിൽ തന്നെ പതിച്ചേക്കാമെന്നതുപോലെയാണ് ബിദ്അത്തിൽ അകപ്പെട്ടു പോയാൽ നിൻ്റെ സ്ഥിതി. കാരണം ബിദ്അത്ത് ശിർക്കിലേക്കുള്ള പാലമാണ്, കുഫറിലേക്കുള്ള വഴിയാണ് ബിദ്അത്ത്. വളരെ സൂക്ഷ്മ ബിദ്അത്ത് എന്ന് പറഞ്ഞാൽ പലർക്കും കർമ്മങ്ങളിലെ ബിദ്അത്ത് മാത്രമേ അറിയുകയുള്ളൂ. നബിദിനം ആഘോഷിക്കുക, അതല്ലെങ്കിൽ ഏതെങ്കിലും റാത്തീബുകളിൽ ഇങ്ങനെ പരസ്പരം പിടിച്ച് ചാടുക എന്നതുപോലെ, ഞാൻ നേരത്തെ പറഞ്ഞ ഏതെങ്കിലും ഇല്ലാത്ത സലാത്തുകൾ പോലെ, അത് മാത്രമാണോ ബിദ്അത്ത്? അല്ല. ബിദ്അത്ത് എന്ന് പറഞ്ഞാൽ ബിദ്അത്തിൻ്റെ ആശയങ്ങളുണ്ട്, ബിദ്അത്തിൻ്റെ ചിന്താഗതികളുണ്ട്. അതാണ് ഏറ്റവും അപകടം. ഈ ഇസ്ലാമിൽ ആദ്യം പ്രചരിപ്പിക്കപ്പെട്ട ബിദ്അത്തൊക്കെ കർമ്മങ്ങളിലെ ബിദ്അത്തായിരുന്നില്ല, ഇങ്ങനെയുള്ള ബിദ്അത്തായിരുന്നു. റാഫിദികൾ, ഷീഇകൾ, അതൊരാശയമല്ലേ? അത് കേവലം എന്തെങ്കിലും പ്രവർത്തനമാണോ? ഖവാരിജുകൾ മുസ്ലിമീങ്ങളെ കാഫറാക്കിയ അലി ഇബ്നു അബി താലിബിനെ കൊന്നുകളഞ്ഞ ആശയം, അത് ഒരാശയമാണ്. അതല്ലാതെ കേവലം എന്തെങ്കിലും ഒരു സലാത്തോ എന്തെങ്കിലും ഒരു ദിക്റോ വർദ്ധിപ്പിച്ചതല്ല. നിങ്ങൾ നോക്കൂ, ബിദ്അത്ത് മനുഷ്യനെ എത്തിക്കുന്ന അപകടം. അബ്ദുറഹ്മാൻ ഇബ്നു മുൽജിം എന്ന ഖാരിജികളുടെ നേതാവ്, ഖാരിജികളിൽപ്പെട്ടവൻ അലി ഇബ്നു അബി താലിബ് റളിയല്ലാഹു അൻഹുവിനെ കൊന്നുകളയാണ് റമദാനിൻ്റെ അവസാനത്തെ 10. എന്തിനാണ് അവൻ കൊന്നത്? നിങ്ങൾ പറയൂ. അള്ളാഹിൻ്റെ കൂലിയിട്ടാണ്. അള്ളാഹുവിൻ്റെ പ്രതിഫലം ലഭിക്കാൻ അവൻ കൊല്ലുന്നത്
അന്ന് മണ്ണിന് മുകളിൽ ചവിട്ടി നടക്കുന്ന പടപ്പുകളിൽ ഏറ്റവും ശ്രേഷ്ഠനായ മനുഷ്യനായി. അന്ന് ഭൂമിപ്പുറത്ത് നടക്കുന്ന അള്ളാഹിൻ്റെ പടപ്പുകളിൽ ഏറ്റവും ശ്രേഷ്ഠനായ ഞങ്ങൾ പറയും അലി ബിൻ അബി താലിബാണ് റളിയല്ലാഹു അൻഹു. അലി ബിൻ അബി താലിബിനേക്കാൾ ശ്രേഷ്ഠനായ ഒരു മനുഷ്യൻ അന്ന് ഭൂമിയിലില്ല. ആ അലി ബിൻ അബി താലിബിനെ റമദാനിൽ കൊലപ്പെടുത്തുകയാണ് അബ്ദുറഹ്മാൻ ഇബ്നു മുൽജിം എന്ന ഖാരിജി. എന്താണ് അവന് സംഭവിച്ചത്? ബിദ്അത്താണ് അവന് സംഭവിച്ചത്. ബിദ്അത്താണ് അവനെ അതിലേക്ക് എത്തിച്ച്. ഇങ്ങനെ ദീൻ അട്ടിമറിച്ച് കളയും. വളരെ വളരെ സൂക്ഷിക്കുക. നമ്മുടെ ശുദ്ധ പ്രകൃതം തലതിരിച്ച് കളയും, നമ്മെ നശിപ്പിച്ച് കളയും ബിദ്അത്ത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ നന്മകളിൽ ഉറപ്പിച്ചു നിർത്തുകയും തിന്മകളിൽ നിന്ന് നമ്മെ കാത്തുരക്ഷിക്കുകയും ചെയ്യുമാറാകട്ടെ. അല്ലാഹു തആല അഅലം. സല്ലല്ലാഹു വസല്ലമ വബാറക അലാ അബ്ദിഹി വറസൂലിഹി നബീന മുഹമ്മദ് വആലിഹി വസഹ്ബിഹി അജ്മഈൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.